എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക് അല്ലേ? എല്ലാവർക്കും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മൾ ആൽഫബറ്റ്സ് വെച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് കുറച്ച് നാളായി അല്ലേ? ഒരുപാട് നാളായി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഫീലിങ്സ് തന്നെ നോക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ. കാരണം തേർഡ് പാർട്ടിയുടെ ഇന്നലെ നോക്കിയപ്പോൾ അവിടെ കുറച്ച് ബാഡ് സിറ്റുവേഷൻ ആയിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടുള്ള ഫീലിങ്സിൽ എന്താണ് ഇപ്പോൾ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഡീപ്പ് ഡൗൺ ഇമോഷൻസ് എന്ന് തന്നെ പറഞ്ഞ് നോക്കാം. ഓക്കെ, ഫീലിങ്സിനേക്കാളും ഡീപ്പ് ഡൗൺ ഇമോഷൻസ് എന്താണ് നിങ്ങളോട് എന്ന് നോക്കാം വിത്ത് ആൽഫബറ്റ്സ്. അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് വെച്ചിട്ട് രാശികൾ കഴിയുന്നതും പറയാം, സമയം നോക്കിയിട്ട് ചെയ്യാം. സമയം കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് അവരുടെ ആക്ഷനും കൂടെ നെക്സ്റ്റ് ആക്ഷനും കൂടെ ഇതിൽ തന്നെ നോക്കാം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതിന് ഇതിൽ തന്നെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ആക്ച്വൽ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്കം എന്ത് തന്നെ ആയാലും അത് മനസ്സിലേക്കെടുത്ത് ഓവർ സ്ട്രെസ് ഒന്നും ആവരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEFൽ തുടങ്ങുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അവരോടുള്ള ഡീപ്പ് ഡൗൺ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്താണ് എന്ന് കാണിച്ചു തരൂ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇന്നത്തെ ദിവസം അവരുടെ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്ന് കാണിച്ചു തരും. എടുക്കുകയാണേ. ജസ്റ്റിസ്, 5 of Cups, Empress, Temperance, Queen of Cups, 2 of Cups, Tower, Knight of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് Knight of Cups. 2 of Cupsഉം വന്നിട്ട് ടവറും വന്ന എന്താ പറയുക അല്ലേ? 2 of Cups കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു, അപ്പോഴേക്ക് ടവർ വന്നു അവിടെ. ഡിവൈനും നമ്മളെ ഇട്ട് കൺഫ്യൂസ് ആക്കിയിട്ട് അവിടെ ഇരുന്ന് രസിക്കും. കൺഫ്യൂഷൻസ് ലൈഫിൽ തന്നിട്ട് ഡിവൈനിന് എന്താ അല്ലേ, അവിടെ നമ്മളെ ഓരോ കുരുക്കിക്കൊണ്ട് ചാടിച്ചിട്ട് അവിടെ ഇരുന്നാൽ മതി. എന്തിനാ ഡിവൈനെ പറയണേ, നമ്മളെ തന്നെ പറഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ രാശികൾ ജസ്റ്റ് ഓരോന്നും പറയുമ്പോൾ പറഞ്ഞാൽ പോരെ, ഓരോ സെറ്റ് പറയുമ്പോഴും ഞാൻ രാശികൾ പറയാം. തൽക്കാലം ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ചിലരുടെയെങ്കിലും ലൈഫിൽ ചിലപ്പോൾ ഒരു കോർട്ട് കേസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മിസ്സിങ് എനർജിയാണ്, നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങളൊരു എംപ്രസ് സാന്നിധ്യമായിട്ടാണ് അവരുടെ ലൈഫിലുള്ളത്. നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണ്. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്. അവർ ജീവിതത്തിൽ ഹാപ്പിനെസ് അറിഞ്ഞത് നിങ്ങൾ വന്നതിന് ശേഷമാണ്. നിങ്ങളുടെ കെയർ, അതേപോലെ നിങ്ങളുടെ സ്നേഹം, അതിനൊന്നും ഒരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ബാലൻസിലെത്തണം, ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു ബാലൻസിലേക്ക് എത്തിക്കണം, ഹീലിങ്ങിൽ കൂടെ കടന്നു പോകണം, ഡിവൈൻ ഗൈഡൻസ് അവിടെ വേണം, ഏഞ്ചൽ പ്രൊട്ടക്ഷൻ അവിടെ വേണം, നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലാണ്, എല്ലാം ഉണ്ട്. ഓക്കെ, ഡിവൈൻ്റെ അടുത്ത് ഇവർ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ടാണ് കാണുന്നത്, ഫീൽ ചെയ്യുന്നത്. അവർ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഏത് തരം ഇമോഷനോ ആവാം അല്ലേ? ക്ലാരിഫൈ ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. കൂടുതലായിട്ട് സങ്കടം, സ്നേഹം എന്നാണ് അവിടെ കാണുന്നത്. 2 of Cups വെച്ചിട്ട് നിങ്ങളെ കാണണം, സംസാരിക്കണം, റീയൂണിയനിൽ വരണം എന്നൊക്കെ ഇവർ വളരെ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഡീപ്പ് ഡൗൺ ഇമോഷൻസ് ആണ് നോക്കുന്നത് അല്ലേ? അപ്പോൾ റീയൂണിയൻ വരും എന്ന് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല, അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് റീയൂണിയനിൽ ഇവർ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോഴേ ക്ലിയർ ആവുള്ളൂ. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം എന്നിവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
ഒരു ടവർ മൂവ്മെൻറ്റിൽ കൂടെ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പരസ്പരം ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ ചിലരെങ്കിലും കടന്നു പോകുന്നുണ്ടായിരിക്കും. നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആണ് അവർ. പാഷൻ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് രീതിയിലുള്ള പാഷനായിട്ട് അവിടെ എടുക്കരുത് കേട്ടോ. പാഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവരാഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അതിതീവ്രമായ സ്നേഹം എന്ന് തന്നെ എടുത്താൽ മതി. അവിടെ ഒരു ബാഡ് ഇൻറ്റൻഷനിലുള്ള സ്നേഹമായിട്ട് അവിടെ എടുക്കണ്ട. കാരണം 1-2 പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പാഷനേറ്റ് എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലി മാത്രമാണോ അവിടെ ഉദ്ദേശിക്കുന്നതെന്നല്ല. പാഷൻ എന്ന് പറയുമ്പോൾ ഏത് കാര്യവും നമ്മൾ വളരെ പാഷനോടെ ചെയ്യുക എന്ന് പറയില്ലേ, ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്ന് പറയില്ലേ, അതിലേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അവരാ ജോലിയെ പറ്റി ഭയങ്കര പാഷനേറ്റാണ് എന്ന് പറയാറില്ലേ. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ഹൈലി പാഷനേറ്റാണ്. അത് വർക്കൗട്ട് ആവണം എന്നവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അല്ലാതെ അതൊരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നുള്ള മാത്രമല്ല അവിടെ. അപ്പോൾ അവിടെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവർ നിങ്ങളുടെ റിലേഷനെ പ്രതി പാഷനേറ്റായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. നൈറ്റ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളിൽ ചിലരെങ്കിലും വഴക്കിട്ടിരിക്കുകയാണെങ്കിൽ അവർ ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. ഇത്രയുമാണ് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി ഓരോന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഞാൻ വേറൊരു ഡെക്ക് എടുക്കാം. Divine clarify justice. Please clarify justice. Why is justice card here? അത് ഞാൻ എടുക്കുന്നു. 4 of cups, Knight of cups, strength. ഇവിടെ ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്ന അവിടെ തുലാരാശി ലിബ്ര രാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ലിയോ ചിങ്ങ രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ബാക്കിയുള്ളത് കപ്സിൻ്റെ എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം ഈ ഗ്രൂപ്പുകാരും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു കോർട്ട് കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവരാലോചിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു ജസ്റ്റിസ് സെർവ് ചെയ്യണം. ന്യായപ്രകാരം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇവരാഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് വഴക്കിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് വരണം. ഒരു സോറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാര്യം സോൾവ് ചെയ്യണം എന്നിവരാഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. പിന്നെ അവർക്കൊരു പേടിയുണ്ട്. നിങ്ങൾ വളരെ കാര്യമായ വഴക്കിട്ടിരിക്കുകയാണെങ്കിൽ അവരാലോചിക്കേണ്ടത് അവരൊരു ക്ഷമാപണമൊക്കെ ആയിട്ട് വന്ന നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊരു പേടിയും ഇവർക്ക് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയും ഇവർക്ക് തോന്നുന്നുണ്ട്. അവിടെ ഒരു നല്ല ഫീലിംഗ് തന്നെയാണ്. ഒന്ന് വിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെയാണ് അവിടെ ആഗ്രഹം. ക്ലാരിഫൈ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് അവിടെ കാണുന്നത്. മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലം സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധരിച്ചിട്ട് അവിടെ ഒരു വഴക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾ ഒരു എക്സ്പ്രസ് ചെയ്യുന്നതിൽ വരുന്ന കൺഫ്യൂഷൻ, അതെല്ലാം അവരെ അവിടെ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവർ വിചാരിക്കുന്നു ക്ഷമയോടെ കൈകാര്യം ചെയ്ത് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാമെന്ന് തന്നെയാണ് അവരവിടെ ആലോചിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ 5 of cups. Clarify 5 of cups, please. Clarify 5 of cups. Four of Pentacles, Queen of Cups, and Queen of Wands, bottom of the deck. എല്ലാം നല്ല എനർജി തന്നെയാണ് അവിടെ കണക്റ്റ് ആവുന്നത്. ഇമോഷൻസ് ഭയങ്കരമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ ആദ്യം രാശി പറയാം. കപ്സും വോൺസും പെൻറ്റക്കിൾസുമാണ്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഇത്രയും രാശിക്കാരാണ് അവിടെ കണക്റ്റ് ആയത്.
ഇവിടെ ഇവർ ഭയങ്കര മിസ്സിങ് എനർജിയിലാണ് കേട്ടോ, സങ്കടത്തിലാണ്. അവിടെ ഇമോഷൻസ് എന്ന് പറയുന്നത് നിങ്ങളോട് ഒരുപാട് സ്നേഹം, റെസ്പെക്റ്റ്, മിസ്സിങ് എനർജി, അതേപോലെ ഇൻസെക്യൂരിറ്റി, അതായത് മിക്സ് ഓഫ് ഇമോഷൻസ് ആണ് ഇവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നത്. അതുകൊണ്ടാണ് ക്വീൻ ഓഫ് കപ്സ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. മിക്സ് ഓഫ് ഇമോഷൻസ് എന്ന് തന്നെ പറയാം. എന്താണ് അവർക്ക് തോന്നുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യാത്തൊരു സ്ഥിതി. നിങ്ങളെ പ്രതി പൊസസീവാണ്, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളിവരെ വിട്ടിട്ട് പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയമുണ്ട്. ഓക്കെ, നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, നിങ്ങളെ റെസ്പെക്റ്റാണ്. കാരണം നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഒരാളാണെന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ പേടി, ഇവരിങ്ങനെ ആക്ഷനൊന്നും എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയവും അവർക്കുണ്ട്. ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പൊസസീവാണ്. നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാൽ അവിടെയാണ് അവർക്ക് ആ പേടി വരുന്നത്. നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നുണ്ട്, ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ പേടിയാവും. നിങ്ങളെ പ്രതി പൊസസീവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എങ്ങാനും വേറെ ചോയ്സ് എടുത്തിട്ട് പോയാലോ എന്നുള്ള ഭയം ഇവരെ പിടികൂടും. ഓക്കെ, നിങ്ങളെ പ്രതി നിങ്ങളുടെ ലുക്സ്, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, നിങ്ങളുടെ സംസാരം, അങ്ങനെയെല്ലാം ഇവർക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ പക്ഷേ പ്രശ്നമുള്ളത് 2 ക്വീൻസിൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഉള്ളതായിട്ടും നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആരും ആവാം. ഇവരുടെ പാരൻസ് ആവാം, സ്പൗസ് ആവാം, നിങ്ങളുടെ ഇടയിൽ തടസ്സം നിൽക്കുന്ന എന്തുമാവാം. പക്ഷേ ഇവിടെ 2 ക്വീൻസ് കാണുന്നതുകൊണ്ട് പ്രഥമ ദൃഷ്ട്യ അതൊരു സ്പൗസ് ആവാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ടാണ് ഇവരുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാത്തതും അവിടെ ഇൻസെക്യൂർഡായിട്ട് ഫീൽ ചെയ്യുന്നതും. ഓക്കെ, ക്ലാരിഫൈ ദി എംപ്രസ്. Clarify the Empress, please. Clarify the Empress, please. Clarify the Empress. Queen of Pentacles. Okay, 9 of Pentacles. Good. And the Fool. ഇവിടെ അവർ എന്താണ് അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ ഒരു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് സ്വയം സമ്പാദ്യമൊക്കെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലുക്സിൽ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അവർ ഓൾറെഡി തന്നെ നിങ്ങളെ പ്രതി ലൈക്ക് എംപ്രസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ് ഒന്നിച്ച് വന്നിരിക്കുകയാണ്. വെച്ചാൽ നിങ്ങൾ സാമാന്യം സമ്പാദിക്കുന്ന ഒരാളാണ് കേട്ടോ. അതേപോലെ സെൽഫ് കോൺഫിഡൻസ് ഒരുപാടുള്ള ഒരാളാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്, അതേപോലെ കാണാനും നല്ലൊരാളാണ്. എംപറസും 9 ഓഫ് പെൻറ്റക്കിൾസും രണ്ടും നിങ്ങൾ സ്വയം ടേക്ക് കെയർ ചെയ്യാൻ നല്ലോണം അറിയുന്ന ഒരാളാണ്. നിങ്ങളുടെ ലുക്സിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ജോബ് ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും. അത് വളരെ നന്നായി ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരും ആയിരിക്കാം. നിങ്ങൾ ആ ജോലി ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് വളരെ വ്യക്തമായി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഒരാളാണ് എന്ന് തന്നെ ഇവർ വിചാരിക്കുന്നു. എംപ്രസിൻ്റെ എനർജി ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈലി ഇൻ ലവ് ആണ് അവർ നിങ്ങളുടെ അടുത്ത്. കാരണം നിങ്ങളെ അവർ വിശ്വസിക്കാം. അതായത് നിങ്ങളൊരു ഹസ്ബൻഡ് മെറ്റീരിയലാണ്, വൈഫ് മെറ്റീരിയലാണെന്ന് ഇവർ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലൊരു പാർട്ട്ണർ അവർക്ക് കിട്ടിയാൽ, അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വന്നാൽ അവർ വളരെ ഹാപ്പി ആയിരിക്കുമെന്ന് അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതേപോലെ അവരുടെ കുട്ടിയുടെ അമ്മയോ അച്ഛനോ ആയിട്ട് നിങ്ങളെ അവർ സങ്കല്പിക്കാറുണ്ട്. അത്രയും ഹൈ ലെവലിലാണ് നിങ്ങളെ അവർ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഫൂൾ എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരാം, ഇനി ഒന്നും ആലോചിക്കേണ്ട എന്ന് അവർ ചിന്തിക്കുന്ന ഒരു ലെവലിൽ വരെയും അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, നല്ല ഒരു എനർജി ആയിരുന്നു അവിടെ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ഫൂള് വെച്ചിട്ട് മേടരാശി, ഏരീസ് രാശിക്കാർ, ടോറസ് രാശി, ഇടവ രാശി വളരെ കൂടുതലായിട്ടുണ്ട് എംപ്രസ് വെച്ചിട്ട്. പിന്നെ ബാക്കിയുള്ള 2 പെൻറ്റക്കിൾസ് ആണ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത്രയും പേരാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ ടെമ്പറൻസ്. ഒരു ബ്യൂട്ടിഫുൾ എനർജി ആയിരുന്നു അല്ലേ? ക്ലാരിഫൈ ടെമ്പറൻസ്.
the world, Knight of Pentacles, Ten of Swords. എല്ലാം നല്ലത് എന്ന് ഞാൻ പറഞ്ഞു വന്നതേ ഉള്ളൂ. നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം കൂടുതലായുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, ജോലി സംബന്ധമായിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ആ സ്ഥലത്ത് ഇരിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയും അവിടെ തന്നെ ആയിരിക്കാനാണ്. നിങ്ങളുടെ ഇവരുടെയോ ഓക്കെ, രണ്ടിൽ ഒരാൾ കുറച്ച് ഈ പറഞ്ഞ പോലത്തെ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഓക്കെ, കൂടുതലായും നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് അവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ. ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ കണ്ണടച്ചിരുന്നപ്പോൾ എനിക്ക് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് അവിടെ വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ആ സ്ഥലവുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും. ലൈക്ക് അവരുടെ നേറ്റീവ് പ്ലേസ്, അവർ ജനിച്ചത് ഗൾഫിലായിരിക്കാം, മനസ്സിലായില്ലേ? അങ്ങനെ, അല്ലെങ്കിൽ വെള്ളം കൂടുതലുള്ള സ്ഥലത്ത്, കടൽ കൂടുതലുള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവർക്ക് അവിടെ ഒരു റൂട്ട് കാണും. ഓക്കെ, അങ്ങനെ ഒരു ബന്ധമാണ് കാണുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. ഇവിടെ ഇത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് മൂലം നിങ്ങളുടെ കോണ്ടാക്റ്റ് കുറച്ച് കുറഞ്ഞ് വന്നിട്ടുള്ളതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് പരസ്പരം അറിയാം. ഇതൊരു അൺഎക്സ്പ്രസ്ഡ് ലവായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ കൂടുതലും ഒരു പ്രയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പള്ളി, അമ്പലം അങ്ങനെയൊക്കെ കൂടുതലായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, അതുപോലെ ഏഞ്ചൽ ഗൈഡൻസ് നല്ലപോലെ തന്നെ ഉണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലൊക്കെ വെച്ച് നിങ്ങൾ പരസ്പരം കണ്ടിട്ടുള്ളതായിരിക്കണം കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹീലർ ആയിരിക്കാം. ഓക്കെ, അതേപോലെ പ്രീസ്റ്റ് ആയിരിക്കാം. വേറെ എന്താണ് അവിടെ പറയുക, സ്പിരിച്വൽ റിലേറ്റഡ് ജോലികൾ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആ പിരിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ, ഇവർ ട്രാവൽ ചെയ്ത് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോയാൽ മാത്രമേ പരസ്പരം കാണാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് മൂലം ഒരു സ്ലോയിങ് ഡൗൺ എനർജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ലാതെ പെയിൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. പെയിൻ അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? അവർക്ക് റെസ്പോൺസിബിലിറ്റീസും മൂലമാണ് അവരവിടെ. കിങ് ഓഫ് പെൻറ്റക്കിൾസും നൈറ്റ് ഓഫ് കപ്സും ആണ്. ഇവർ ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളെ കാണാൻ വരാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. കാരണം അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവിടെയാണ്. അതായത് ഇവരെവിടെ ഇരിക്കുന്നു അവിടെയാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ്. അവർക്ക് അവിടെ നിന്നേ പറ്റൂ. വിചാരിക്കുന്നത് പോലെ നിങ്ങളെ വന്ന് കാണാനോ സംസാരിക്കാനോ ഇൻട്രാക്ട് ചെയ്യാനോ ഒന്നും അവർക്ക് സാധിക്കാറില്ല. അതിനവർ മനസ്സിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രശ്നം, ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും ആക്ഷൻ വളരെ പതുക്കെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. വരുന്നുണ്ടെങ്കിലും സമയമെടുത്തേ വരികയുള്ളൂ എന്നാണ് കാണുന്നത്. കാണുമ്പോൾ നന്നായി തന്നെ സംസാരിക്കും. നിങ്ങളോ അവരോ ഈ ഒരു സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് ഹീലിങ്ങിൽ കൂടെയൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മെഡിറ്റേഷൻസ്, പ്രാർത്ഥനകൾ അങ്ങനെയൊക്കെ നിങ്ങളോ ഇവരോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ പറയാം. ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ് ധനുരാശി, പിന്നെ പെൻറ്റക്കിൾസ് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. കപ്സ് വന്ന് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. സ്വാട്സും ഉണ്ട്, ലിബ്ര, ജംന, എക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിക്കാരാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അവിടെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് അവർ ഇരിക്കുന്നത്. ഇവിടെ എംപ്രസ് വന്ന് അവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ സ്നേഹം അങ്ങനെ തന്നെ കണ്ടിന്യൂ ആവുന്നതായിട്ടാണ് കാണുന്നത്. ബാക്കി രണ്ട് ഗ്രൂപ്പിൻ്റെയും ഒന്നിച്ച് എല്ലാത്തിൻ്റെയും ലാസ്റ്റിൽ ഞാൻ നെക്സ്റ്റ് ആക്ഷൻ നോക്കി പറയാം കേട്ടോ. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യൂ. ആദ്യത്തെ ഗ്രൂപ്പുകൾ കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ
നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ലാസ്റ്റിൽ ഞാൻ ഓരോന്നിൻ്റെ നെക്സ്റ്റ് ആക്ഷനും പറയാം. Queen of Cups, clarify Queen of Cups please. Clarify Queen of Cups. Clarify Queen of Cups please. Five of Pentacles. Five of Pentacles. Justice. And Page of Swords. അവിടെ ജസ്റ്റിസ് വന്ന് അവിടെ ഞാൻ പറയും. ആദ്യത്തെ കേസിൽ ഞാൻ കോർട്ട് കേസ് അല്ല എന്ന് പറഞ്ഞു. ഇവിടെ പക്ഷേ ഒരു കോർട്ട് കേസാണ്. അവിടെ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓവർ തിങ്കിങ്ങിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു മെസ്സേജൊക്കെ അയക്കണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ട്. ആ കോർട്ട് കേസ് മൂലം ഇവരിപ്പോൾ ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ പൈസ ഒരുപാട് ചിലവായിട്ട് ഇരിക്കുകയാണ്. ഈ കേസിൻ്റെ മേലെ പൈസ ഒരുപാട് ചിലവാക്കിയിട്ട് ഇവർ ഇരിക്കുകയാണ്. അതിൻ്റെ സ്ട്രെസ്സ് ഒരുപാട് ഇവർ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ക്ലൗഡി ആയിട്ട് ചിന്തിക്കുന്ന പോലെയാണ് കാണുന്നത്. റെസ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറയുക, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു റിസർച്ച് നടത്തുന്ന ആളോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, വക്കീലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്താണ് നമ്മൾ പറയുക, ഇത്ര തന്നെ ഇവിടെ എനിക്കിപ്പോൾ ആസ് ഇറ്റ് ഈസ് കണക്റ്റ് ആവുന്നുള്ളൂ കേട്ടോ. വേറെ പ്രൊഫഷൻസ് എനിക്ക് കണക്റ്റ് ആവുന്നില്ല അവിടെ. ഐ എം ട്രൈങ് ടു തിങ്ക്, പക്ഷേ അവിടെ എനിക്ക് കണക്റ്റ് ആവുന്നില്ല. അവർ ഹൈലി ഇമോഷണലായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ഈ കേസിൻ്റെ കാരണം. ഓക്കെ, ഇതിൻ്റെ പരിണാമം എങ്ങനെയാണോ അതുപോലെയാണ് ഇനി അടുത്ത കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് അവർ ചിന്തിക്കേണ്ട. ഇതെങ്ങനെ മുന്നോട്ട് പോകും, എത്ര വേഗത്തിൽ ഇത് അവസാനിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പെൻറ്റക്കിൾസ്, ജസ്റ്റിസ് ഉണ്ട്. ജസ്റ്റിസ് ലിബ്ര തുലാ രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതേപോലെ ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഇത്രയുമാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷനൊക്കെ ഞാൻ നോക്കി പറയാം. ക്ലാരിഫൈ ടു ഓഫ് കപ്സ്. ക്ലാരിഫൈ ടു ഓഫ് കപ്സ് പ്ലീസ്. ക്ലാരിഫൈ ടു ഓഫ് കപ്സ്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, സെവൻ ഓഫ് കപ്സ്, നയൻ ഓഫ് വോൺസ്. നിങ്ങളുമായിട്ട് റീയൂണിയനിൽ വരണം എന്നിവർ തീവ്രമായി ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, റീയൂണിയൻ്റെ കാർഡ് വന്ന ഉടനെ അത് റീയൂണിയൻ ആണെന്ന് ഞാൻ പറയില്ല എന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, റീയൂണിയന് വരണം എന്ന് ഇവർക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർ ജോലിയിൽ ഇപ്പോൾ ബിസിയാണ് എന്നാണ് കാണുന്നത്. കാരണം 8 ഓഫ് പെൻറ്റക്കിൾസും 7 ഓഫ് കപ്സുമാണ് വന്നിരിക്കുന്നത്. വിത്ത് 9 ഓഫ് വോൺസ് വെയിറ്റിംഗ് പീരീഡിലാണ്. അതാണ് ആഗ്രഹമാണ്, അത് തീവ്രമായിട്ട് ആഗ്രഹം, നിങ്ങളെ കാണണം, സംസാരിക്കണം, റീയൂണിയനിൽ വരണം എന്നൊക്കെ. പക്ഷെ ജോലി സംബന്ധമായും റെസ്പോൺസിബിലിറ്റീസ് സംബന്ധമായും ഇവരിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്റ്റക്കല്ല, അവിടെ അവർ വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റേതായിട്ടുള്ള സമയം വരുമ്പോൾ മാത്രമേ ഇവർക്ക് നിങ്ങളെ വന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അറ്റ് പ്രസൻറ്റ് ഇവർ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തിരക്കിൽപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഡിസ്ട്രാക്ഷൻസ് ആണ്. കാരണം ഒരു റെസ്പോൺസിബിലിറ്റി അല്ല, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇവർ തലയിലെടുത്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവിടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, പിന്നെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഇത്രയും രാശിക്കാരാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ടവറിന് നമ്മൾ പ്രത്യേകിച്ചൊരു രാശി പറയാറില്ല. Clarify the tower. Clarify the tower. Okay, 6 of cups, Hierophant and 10 of pentacles. അതുകൊണ്ടാണ് അവിടെ ടവർ വന്നത്. ടവറിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു രാശി പറയാറില്ല കേട്ടോ.
ഹെയറോഫൻ്റ് വെച്ചിട്ട് ടോറസ് ഇടവ രാശിക്കാർ വളരെ കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, പിന്നെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഇത്രയും രാശിക്കാരാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. അവിടെ ടവർ മൂവ്മെൻറ്റ് വരാൻ കാരണം നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണ്. നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അവർ അവിടെ രണ്ട് സൈഡും വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇവർ പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയസ് ബിലീഫ്സ്, എന്താ പറയുക, കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, അങ്ങനെയൊക്കെ കുറച്ച് വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്ന ഒരാളാണ്. കാരണം ഇവരോ ഇവരുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവരോ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കണം. 4 പേര് ഇവരുടെ അടുത്ത് ഉപദേശങ്ങളൊക്കെ ചോദിച്ച് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രബലമായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പിന്നെ റിലീജിയസ്ലി കുറച്ച് ഇവർ, നിങ്ങളുടെ പേഴ്സൺ ഒരു അസ്ട്രോളജർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുമായിരിക്കാം, അത് അസ്ട്രോളജർ ആയിരിക്കാം, ഒരു പൂജാരി ആയിരിക്കാം, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകും എന്നൊരു ഭയം ഇവർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ട് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പാണ് എന്നും കാണുന്നു. നിങ്ങൾ ഒരുപാട് കാലമായിട്ട്, അറ്റ്ലീസ്റ്റ് 2 വർഷത്തിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് തമ്മിൽ പരിചയമുണ്ട് എന്നാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ ഇവരുടെ മനസ്സിലുണ്ട്. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത നല്ല മൂമെൻറ്റ്സ് ഒക്കെ ഇവരെപ്പോഴും ഓർക്കാറുണ്ട്. ഓക്കെ, പക്ഷേ അവിടെ ഒരു ടവർ മൂമെൻറ്റ് ഇപ്പോൾ ഇവർ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, കാരണം അവിടെ ഫാമിലി സ്റ്റെബിലിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബത്തിനെ സംരക്ഷിക്കുക, കുടുംബത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കുക, അവരുടെ റിലീജിയസ് ബിലീഫ്സിനെ എന്താ പറയുക, താങ്ങി നിർത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും നെക്സ്റ്റ് ആക്ഷൻ വെച്ച് എടുത്തിട്ട് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുള്ളൂ കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്. 3 ഓഫ് വോൺസ്, 7 ഓഫ് വോൺസ് ആൻഡ് എംപറർ. ഇവിടെ ഇവരുടെ ഈഗോ ആണ് പ്രോബ്ലമായിട്ട് കാണുന്നത്. വോൺസ് ആണ് കൂടുതലായിട്ടും കണക്റ്റ് ആയിരിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. എംപറർ വന്നിട്ട് മേടരാശിയാണ്, ഏരീസ് രാശിയാണ്. വോൺസ് ആണ് പിന്നെ കൂടുതലായിട്ട്, എല്ലാം തന്നെ വോൺസ് ആണ് അവിടെ. നൈറ്റ് ഓഫ് വോൺസ് നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ഒക്കെ ആണെങ്കിലും ഇവിടെ പാഷൻ എന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് ഇവിടെ ദേഷ്യം, ഈഗോ, അതും ഒരു പാഷനായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇവർ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടൊരു പേഴ്സണാണ് നിങ്ങളുടെ ആൾ. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു ആളായിരിക്കണം. നിങ്ങൾ തമ്മിൽ കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു 4-5 വയസ്സിൽ കൂടുതൽ ഗ്യാപ്പ് നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവരുടെ മനസ്സിൽ എന്താണെന്നൊരു പിടിയും കിട്ടാത്തൊരവസ്ഥയാണ്. ഓക്കെ, ഇവർക്ക് ഈഗോ ആണോ എന്ന് ചോദിച്ചാൽ ഈഗോ ആണ്. വളരെ പ്രാക്ടിക്കലാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിൽ. ഓക്കെ, എല്ലാം ഇവരുടെ കൺട്രോളിൽ ഇരിക്കണം, ഇവർ പറയും പോലെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വഴക്ക് ഇട്ട് കാണും എന്തെങ്കിലും കാരണവശാൽ. ഇവർ ആ ദേഷ്യത്തിന് അങ്ങ് ബ്ലോക്ക് ചെയ്തു നിങ്ങളെ, അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവർ ഒരു സോറി പറഞ്ഞില്ല എന്ന് തന്നെ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ അതാത് സിനാറിയോ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അതിലേതാണ് നിങ്ങൾ പെടുന്നതെന്ന് വെച്ചാൽ അത് മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് നോക്കാം. പിന്നെ ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ് പ്ലീസ്. ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, 5 ഓഫ് കപ്സ് ആൻഡ് ഡെത്ത്. ഇവിടെ ടാരോ കാണൽ തന്നെയാണ് പരിപാടി. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഒരുപാട് ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കൾട്ട് റിലേറ്റഡ്. ഇവർ നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് അവിടെ
വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതല്ല സിനാറിയോ എങ്കിൽ ഒരു സെക്കൻഡ് സിനാറിയോ ഉള്ളത് ഇവരുടെ മദർ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലുള്ള ഒരു ഫീമെയിൽ, ഓക്കെ, ഒരു സ്ത്രീ സാന്നിധ്യം അവിടെ പ്രശ്നം ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ പിരിയാനുണ്ടായ സാഹചര്യം, ഒന്നുകിൽ ഇവരുടെ ലൈഫിലുള്ള ഒരു സ്ത്രീ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവർ നിങ്ങളെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒന്ന് വിട്ട് നിന്ന് കാണും. പക്ഷേ വിട്ട് നിന്ന് അവിടെ അവർ മനസ്സിലാക്കി നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങൾ അടുത്തൊരു പുതിയ തുടക്കവുമായിട്ട് വരണമെന്ന് കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീന രാശിക്കാർ, കുറച്ച് പൈസിസ് രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആവുന്നുണ്ട്. അതേപോലെ ഡെത്ത് വെച്ചിട്ട് സ്കോർപ്പിയോ, വൃശ്ചിക രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് തന്നെ അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും നെക്സ്റ്റ് ആക്ഷൻ ഓരോ കാർഡ് വെച്ച് എടുത്തിട്ട് നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ഫസ്റ്റ് ഗ്രൂപ്പുകാർ കാര്യങ്ങൾ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാം. മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നവർക്കുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ആദ്യത്തെ ഗ്രൂപ്പ് കണക്റ്റ് ആയവർക്കായിട്ടുള്ള നെക്സ്റ്റ് ആക്ഷൻ, ഓക്കെ, വിഷ് ഫുൾഫിൽമെൻ്റ്, ഒരു സ്ട്രോങ് തീരുമാനത്തോടു കൂടി. കാരണം അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ജസ്റ്റിസ് സെർവ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റുമായിട്ട് അവർ വരുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ചാരിയറ്റ് വെച്ചിട്ട് ക്യാൻസർ, കർക്കിടക രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. സ്റ്റാർ, അക്വേറിയസ്, കുംഭ രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പുകാർ, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളെ പ്രതി അവർ പൊസസീവാണ്, മിസ്സിങ് എനർജിയിലാണ്. നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. 9 of Cups and King of Swords. ഓക്കെ, കിങ് ഓഫ് സ്വാർട്സ് ഇവർ ഈഗോ മൂലം കുറച്ച് ഒന്ന് എന്താ പറയുക മിണ്ടാതിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ, മനസ്സിൽ കാര്യങ്ങൾ വെച്ച് മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റുമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഫീലിംഗ്, കാരണം അവിടെ ഇൻസെക്യൂരിറ്റി അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഫീലിംഗ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. ഓക്കെ, എംപ്രസ് അവിടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ അവർ നിങ്ങളെ പ്രതി ഫുള്ളി ഇൻവോൾവ് ആണ്. അവിടെ തീർച്ചയായിട്ടും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ വേണേൽ നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ for the Empress and the other cards. Page of Pentacles, നിങ്ങൾ തമ്മിൽ കാണും, സംസാരിക്കും, അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല വീണ്ടും എംപ്രസ് തന്നെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. നിങ്ങളെ പ്രതി ഫുള്ളി അട്രാക്റ്റഡ് ആണ്, അവർ ഇൻ ലവ് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളുമൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ ടെമ്പറൻസ് വെച്ചിട്ട് പറഞ്ഞ കാർഡ്, അതിന് ഓൾറെഡി നെക്സ്റ്റ് ആക്ഷൻ ഞാൻ നോക്കിയിരുന്നു. ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഒരു തടസ്സമായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലാരിഫൈ. ക്വീൻ ഓഫ് കപ്സ് ആൻഡ് അതർ റിലേറ്റഡ് കാർഡ്സ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ? കോർട്ട് കേസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അവിടെ ടെമ്പറൻസ് ഞാൻ എടുക്കും. അവിടെ ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണെന്ന് കേട്ടോ. ആ ജഡ്ജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ വളരെ പാഷനേറ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ആ ജഡ്ജ്മെൻറ്റിന് വേണ്ടി അവരവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ആ കോർട്ടിൻ്റെ വിധി കിട്ടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് സ്പീഡായിട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ടെമ്പറൻസും കൂടെ അവിടെ വന്നതുകൊണ്ട് ലിബ്ര, തുല രാശിക്കാരും ഇവിടെ കണക്റ്റായി. ഇനി 2 of Cupsൻ്റെ ആ ഗ്രൂപ്പുകാർക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് ആക്ഷൻ. പേജ് ഓഫ് കപ്സ് ആൻഡ് 5 of Cups. അവിടെ മിസ്സിങ് എനർജിയാണ് അല്ലേ, മിസ്സിങ് എനർജിയാണ്. നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മെസ്സേജോ കോളോ എന്തെങ്കിലും വെച്ച് അവർ കോണ്ടാക്റ്റ് ചെയ്യും. കാരണം നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് അവരവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ എന്തെങ്കിലും ചെയ്യാൻ ഉള്ള 100% സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ,
അടുത്ത സെറ്റ് ഓഫ് കാർഡ് ടവർ വന്ന് ഹെറോഫൻ്റെ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നു പറഞ്ഞില്ലേ, അവിടെ നെക്സ്റ്റ് ആക്ഷൻ. സ്ട്രെങ്ത് ടെൻ ഓഫ് പെൻഡക്കിൾസിന് ടെൻ ഓഫ് പെൻഡക്കിൾസ് തന്നെ ക്ലാരിഫൈ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് ഫാമിലിക്ക് തന്നെയാണ്. ഓക്കെ, അവിടെ ഫാമിലിയെ ക്ഷമാപൂർവ്വം ഹാൻഡിൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ ഗ്രൂപ്പുകാർക്ക് ഒരാക്ഷനും വരാൻ പോകുന്നില്ല. ടവർ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഇവരുടെ ഈഗോ മൂലം ഇവർ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ക്ലാരിഫൈ. നെക്സ്റ്റ് ആക്ഷൻ, വിൽ ദെയർ ബി എനി നെക്സ്റ്റ് ആക്ഷൻ? 6 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ദി ടവർ, അവിടെ ടവറാണ്. ഇവർ ആലോചിക്കുന്നത് നിങ്ങൾ അവരുടെ അടുത്ത് ക്ഷമാപണം ചെയ്യണമെന്നാണ്. അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കും. നിങ്ങൾ അവരെങ്ങനെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് അവരോട് ക്ഷമ ചോദിക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുവരെ ഒരു ടവർ മൊമെൻ്റ് തന്നെയാണ് അവിടെ കേട്ടോ. ഈ ഗ്രൂപ്പുകാർക്കും ഒരു ആക്ഷനും വരുന്നില്ല. ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്ത്, പക്ഷേ ഇവർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്ത് ഇവരോട് മാപ്പ് ചോദിക്കണം. അല്ലാതെ അവർ തല താഴ്ത്തിയിട്ട് നിങ്ങളുടെ മുന്നിൽ വരില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇനി ലാസ്റ്റ് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്തായിരുന്നു? നൈറ്റ് ഓഫ് കപ്സ്, ഹൈ പ്രിസ്റ്റസ് വന്ന ഗ്രൂപ്പ്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഡിവൈൻ? ത്രീ ഓഫ് വാൻഡ്സ് ആൻഡ് ടു ഓഫ് സോർഡ്സ്. അവിടെ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്. ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ് പ്ലീസ്. Clarify this set of cards please. Clarify this set of cards please. What is the next action expected from these people? Next action expected from these people. കിങ് ഓഫ് കപ്സ് ആൻഡ് ഫോർ ഓഫ് സ്വാർഡ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇവരുടെ അമ്മയുടെ ഇടപെടൽ മൂലമോ അങ്ങനെയൊക്കെ ഇവർ മാറി നിൽക്കുകയായിരുന്നെങ്കിൽ ന്യൂ ബിഗിനിങ്ങുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ സ്ലോ ആയിട്ടാണെങ്കിലും ഒരു ആക്ഷൻ സഹിതം ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇവരുടെ അമ്മയാണ് അവിടെ തടസ്സമെങ്കിൽ ഇവർക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫീമെയിൽ എനർജി ഞാൻ പറഞ്ഞില്ലേ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞില്ലേ, അവിടെ ഒരു പേടി ഉണ്ട് കേട്ടോ. ആ പേടി ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ട് വേണം ഇവർക്ക് വരാൻ. പക്ഷെ അവർ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന്. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പുകാർക്കുള്ളത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL ഈ അക്ഷരങ്ങളിലാണെങ്കിൽ അവരുടെ ഡീപ്പ് ഡൗൺ ഇമോഷൻസ്, ഫീലിങ്സ് നിങ്ങൾക്ക് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സിനായിട്ടുള്ള അവരുടെ പേഴ്സൻ്റെ ഡീപ്പ് ഡൗൺ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. ഇപ്പോൾ ഈ സമയത്തെ ഫീലിങ്സാണ് എനിക്കറിയേണ്ടത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഡീപ്പ് ഡൗൺ ഇമോഷൻസ് എന്താണ് അവർക്കായിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് എന്താണ് അവർക്കായിട്ട് എന്നുള്ളത് കാണിച്ചു തരൂ. അവരുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL. 10 of Pentacles, 4 of Cups, Justice. രണ്ട് വന്നു, തിരിച്ചു വയ്ക്കാം. 10 of Wands, Fool, 3 of Wands, Knight of Cups, Page of Swords. Oh, Devil. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് കിങ് ഓഫ് പെൻഡക്കിൾസ്. ഈ കൂട്ടർ കുറച്ച് എന്താ പറയുക, റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്.
ഫാമിലിയിൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഫാമിലി സ്റ്റെബിലിറ്റിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കോർട്ട് കേസ് ഇവർക്ക് ലൈഫിൽ നടക്കുന്നുണ്ട്. ആകെ മൊത്തം ഒരു എക്സോഷൻ, തളർച്ച അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ബർഡൻ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ്. എന്ത് തന്നെ ആയാലും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് എന്നുള്ളൊരു തീരുമാനവും ഇവരെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പലരും ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളൊന്ന് വഴക്കിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ആലോചിക്കുന്നുണ്ട്. അതേപോലെ പേജ് ഓഫ് സ്പോർട്സ് വെച്ചിട്ട് ഇവരുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ ചിന്തകളൊന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്കൊരു മെസ്സേജ്, കോള് എല്ലാം അയക്കണമെന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. ഡെവിൾ കാർഡ് വെച്ചിട്ട് നിങ്ങളെ പ്രതി ഭയങ്കര ഒബ്സസീവായിട്ട് ഇവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം ക്ലാരിഫൈ ചെയ്തിട്ട് ബാക്കി പറയാം. രാശികളും അപ്പോൾ പറയാം. ഡിവൈൻ, പ്ലീസ് ക്ലാരിഫൈ 10 of Pentacles. Please clarify 10 of Pentacles. What is the scenario here? Okay, 5 of Swords, Page of Pentacles and okay, 7 of Wands. അവിടെ ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് വന്നതുകൊണ്ട് നിങ്ങളെ അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ട്, സാബട്ടാജ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അതേസമയം നിങ്ങളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസൊക്കെ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് നോക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കാറുണ്ട്. പക്ഷേ നിങ്ങളെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. കാരണം അവരവിടെ ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ നോക്കി പോവാം. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. Next action from these people. Nine of Swords, 10 of Pentacles again. അവിടെയും ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് കൊണ്ട് അവിടെ ഒരു സെൽഫ് റെസ്ട്രിക്ഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. സ്ട്രെസ് ഉണ്ട്, ഓവർ തിങ്കിങ് ആണ്, വിഷമമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരത് സഹിച്ച് മിണ്ടാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ വരുന്നതായിട്ട് കാണുന്നില്ല. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. അതേപോലെ സ്വാട്സ്, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്രയും രാശിക്കാരാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ 4 of Cups, മിസ്സിംഗ് എനർജി. ക്ലാരിഫൈ 4 of Cups. Clarify 4 of Cups. Okay, Magician, Empress. Okay, bottom of the deck vannittu King of Pentacles. Okay, അവിടെ മിസ്സിംഗ് എനർജി വരാൻ കാരണം ഇവർ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. ഒരുപാട് സ്നേഹമാണ്. ഫുൾ ടൈം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ ഇവർക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് ഭാഗ്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ മിസ്സിംഗ് എനർജി വരാൻ കാരണം അവരുടെ ജോലി സംബന്ധമായിട്ട്, റെസ്പോൺസിബിലിറ്റി സംബന്ധമായിട്ട് ഇവർ തൽക്കാലം ഒന്ന് വിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഡിസ്റ്റൻസ്, ആർ ദേ സെപ്പറേറ്റഡ് ഓർ ജസ്റ്റ് വെയിറ്റിംഗ്? ആർ ദേ സെപ്പറേറ്റഡ് ഓർ ജസ്റ്റ് വെയിറ്റിംഗ്? വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ദർ? വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ദർ, ഡിവൈൻ? പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ദർ. ഒരു ലോങ് ഡിസ്റ്റൻസിൽ ആയതായിട്ടാണ് കാണുന്നത്. ജോലി സംബന്ധമായിട്ട് ഇവർ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബ് കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കണം. യൂണിഫോംഡ് ജോബ് ഈ ലോകത്ത് ഒരുപാടുണ്ട് അല്ലേ? ഡ്രൈവേഴ്സ് മുതൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സിന് യൂണിഫോം ഉണ്ടോ എനിക്കറിയില്ല. ടീച്ചേഴ്സ്, ഓക്കെ, ഈവൻ സലൂൺസിൽ വർക്ക് ചെയ്യുന്നവർ, റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവർ അല്ലേ, വേറെ എന്തൊക്കെയാണ്, അങ്ങനെ യൂണിഫോം ധരിച്ച് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ നേഴ്സസ്, ഡോക്ടേഴ്സ്,
അങ്ങനെ യൂണിഫോം ആവശ്യമുള്ള ഈവൻ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ല മിക്ക സ്പോർട്സിനും യൂണിഫോം ഉണ്ടല്ലോ, അങ്ങനെ ഒക്കെയുള്ള ജോലി ഹാൻഡിൽ ചെയ്യുന്ന ആരോ ആണ്. ഈവൺ ഇപ്പോൾ ഒരു ഫോൺ ഇൻഡസ്ട്രിയാണ്, ഫോൺ റിലേറ്റഡ് ഇൻഡസ്ട്രിയാണ്. മിക്ക കടകളിലുള്ള എല്ലാവർക്കും ഇപ്പോൾ യൂണിഫോംസ് ഉണ്ട് അല്ലേ, സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് യൂണിഫോംസ് ഉണ്ട്. അങ്ങനെ യൂണിഫോം ധരിച്ച് ജോലി ചെയ്യേണ്ട ഒരാവശ്യം നിങ്ങളുടെ പാർട്ട്ണറിനുണ്ട്. ഇത് നിങ്ങൾക്കോ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറോ എന്തായാലും ഒരു ലോങ് ഡിസ്റ്റൻസ് ജോലി മൂലം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഡിസ്റ്റൻസ് അവർക്ക് കുറച്ച് എന്താ പറയുക, ഇച്ചിരി സഹിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നൊക്കെയാണ് ആഗ്രഹം. റെസ്പോൺസിബിലിറ്റി മൂലം വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവിടെ ഭയങ്കര പോസിറ്റീവായിട്ട് എനർജിയാണ് കാണുന്നത്. ടോറസ് രാശിക്കാർ ഏറ്റവും കൂടുതൽ, ഇടവ രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ക്യാൻസർ, കർക്കിടക രാശിക്കാരും നിറയെ കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇത്രയും അതിൽ കൂടുതലും കർക്കിടകവും ടോറസും ഇടവവും തന്നെയാണ് വളരെ കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. അവിടെ അതൊരു ബ്യൂട്ടിഫുൾ എനർജിയാണ് കേട്ടോ. അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ ഇവർ തമ്മിൽ കാണാൻ സാധ്യതയുണ്ടോ? നെക്സ്റ്റ് ആക്ഷൻ പറഞ്ഞു തരൂ ഡിവൈൻ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. മിസ്സിങ് എനർജിയാണ്, വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്. ഹെർമിറ്റും 9 ഓഫ് കപ്സും ആണ്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, യാതൊരു സംശയമില്ല. നിങ്ങളെ കാണാൻ ഇവർ വരും കേട്ടോ. നിങ്ങൾ തമ്മിൽ കാണാനുള്ള എല്ലാ സാഹചര്യവും അവിടെ വരുന്നുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കുക കാണുമ്പോൾ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്. ഓക്കെ, അവിടെയും 8 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് സ്വാർഡ്സ് ആൻഡ് 8 ഓഫ് കപ്സ്. ഇത് നേരത്തെ കണ്ട സിനാറിയോയുടെ റെപ്പിറ്റേഷൻ ആണ് കേട്ടോ. കഴിഞ്ഞ ഗ്രൂപ്പിലും ഇതേപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ട് അവർക്ക്. ഓക്കെ, ലിബ്ര, തുലാ രാശിക്കാർ കുറേ കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിക്കാരാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഇവർക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ തൽക്കാലം വന്നിട്ടുണ്ട്. കാരണം അവിടെ കേസ് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ വന്നിട്ടുണ്ട്. അതുമല്ല, ജോബ് റിലേറ്റഡ് ആയിട്ട് ഇവർ കുറച്ച് ദൂരെ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വിട്ടിട്ടാണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കേസും അവിടെ നടക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ജോലിയും അവിടെയാണ്. അതുകൊണ്ട് നിങ്ങളെ വിട്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അവിടെ വന്നത് കേസ് നടക്കുന്നതുകൊണ്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. നെക്സ്റ്റ് ആക്ഷൻ 6 ഓഫ് വാൻസ് ആൻഡ് പേജ് ഓഫ് കപ്സ്. ആ കേസ് കൺക്ലൂഡ് ആവുന്ന സമയത്ത്, വിധി വരുന്ന സമയത്ത് 6 ഓഫ് വാൻസ് ഒരു സെലിബ്രേഷൻ, ഒരു വിക്ടറി, ഒരു പ്രപ്പോസൽ ഒക്കെ ആയിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. പേജ് ഓഫ് കപ്സ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തീർച്ചയായിട്ടും വരും എന്നാണ് കാണുന്നത്. ഇത്തിരി സമയം എടുക്കും, ഉടനെ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ കേസ് നടക്കുന്നതുകൊണ്ട് അവിടെ അത് കൺക്ലൂഡ് ആയതിനു ശേഷം മാത്രമേ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യും. Clarify 10 of wands. Clarify 10 of wands, please. Clarify 10 of wands, please. Two of pentacles. Okay, 5 of cups and the fool. അവിടെ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുകയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ എക്സോസ്റ്റഡ് ആണ്. ഇത് നമ്മൾ ഇന്നലത്തെ റീഡിങ്ങിലോ മിനിഞ്ഞാന്നത്തെ റീഡിങ്ങിലോട്ടോ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. മിനിഞ്ഞാന്നത്തെ റീഡിങ്ങിൽ ഈ എനർജി കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവർ തേർഡ് പാർട്ടിയുടെ അടുത്ത് എക്സോസ്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സിങ് എനർജിയിലാണ്. ഇവിടെ മേട രാശിക്കാർ, ഏരീസ് രാശിക്കാർ കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം,
അതേപോലെ വോൺസും ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്രയും പേരാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഇവിടെ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് തേർഡ് പാർട്ടിയുടെ അടുത്ത് സഫർ ചെയ്തത് മതി, ഇനി മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് അവർ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. കോൺസിക്വൻസസ് എന്ത് തന്നെ ആയാലും ഓക്കെ, അതിൻ്റെ ഫലം എന്ത് തന്നെ ആയാലും അത് ഫേസ് ചെയ്യാം, നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് തന്നെ പോവാം എന്നുള്ള രീതിയിൽ ഒരു ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല എനർജി ആയിട്ടാണ് അവിടെ കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ എത്ര വേഗം നടക്കുമെന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. കിങ് ഓഫ് വാൻസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ അടുത്ത് ഒരു പുതിയ ബിഗിനിങ്ങുമായിട്ട് വളരെ സ്നേഹത്തോടെ അവർ വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, നല്ല ഒരു എനർജി ആയിരുന്നു അത്. ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ. Queen of Pentacles, Six of Swords and Hanged Man. അവിടെ ഫൈനാൻസ് സംബന്ധമായിട്ട് അവർക്ക് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരുന്നു. അവിടെയും ഒരു ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഫൈനാൻസസ് ആയിരുന്നു അവിടെ പ്രശ്നം. ജോലി സംബന്ധമായിട്ട് തന്നെയാണ്. നിങ്ങൾ കുറച്ച് ദൂരെ ആയിരുന്നെങ്കിൽ അവിടെ സിറ്റുവേഷൻ മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫൈനാൻസസിന് വേണ്ടി ഇവരാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവർ മറ്റൊരാളുടെ ചിലവിലായിരിക്കും ഇത്ര നാൾ ഇരുന്നിട്ടുണ്ടാവുക. അതുകൊണ്ടുള്ളൊരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ചിന്തകൾ മാറി വരുന്നതായിട്ടും ഇവർ സ്വയം ഒരു സമ്പാദ്യം ഉണ്ടാവുന്നതായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ മാറി ചിന്തിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ന്യൂ ബിഗിനിങ്ങിനായിട്ട് വരുന്നതായിട്ടുമാണ് കാണുന്നത്. ഓക്കെ, ഹാൻഡ് മാൻ വെച്ച് പൈസസ് രാശി, മീന രാശിക്കാർ, ഏരീസ് മേട രാശിക്കാർ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, സ്വാട്സ് ആണ്. പിന്നെ ലിബ്ര, ജമുന, എക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിക്കാരാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഡിവൈൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. നമ്മൾ കൂടെ വരുന്ന കാർഡ്സ് വെച്ചിട്ടാണ് ഹാങ്ഡ് മാൻ പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് എടുക്കണോ എന്ന് ഞാൻ നോക്കാറ് കേട്ടോ. ഓക്കെ, അതാണ് പറഞ്ഞത്. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കൂടെ വന്നത് എന്താണ്? ലവേഴ്സ്. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് അവർക്ക്. അതുകൊണ്ട് ഇനി വെയിറ്റ് ചെയ്യുന്നില്ല. സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്, മാറി വരുന്നു, അവരുടെ ചിന്ത മാറി വരുന്നു. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് സ്നേഹത്തോടെ വരുന്നതായിട്ടാണ് കാണുന്നത്. ജെമിനി, മിഥുന രാശിക്കാരും അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, ഇടവം, വൃശ്ചികം, കർക്കിടകം, വൃശ്ചികം, മീനം രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. Clarify Three of Wands. Clarify Three of Wands. Please clarify Three of Wands. Clarify Three of Wands, please. King of Wands. Oh, Lovers. King of Wands, Lovers. And Nine of Wands. അവിടെ ലോങ് ഡിസ്റ്റൻസ് മൂലമാണ് ഒരു ഗ്യാപ്പ് വന്നത് കേട്ടോ. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് അവിടെ. ഞാനൊരു തേർഡ് പാർട്ടി ഒന്നും എടുക്കുന്നില്ല. ത്രീ ഓഫ് വാൻസ് യൂഷ്വലി തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ കൂടെ വന്നിരിക്കുന്ന എല്ലാ കാർഡ്സും പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ പറയും അവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ അവർ ആലോചിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹമാണ്. നിങ്ങളൊരു ട്വിൻ ഫ്ലെയിമാണ്, സോൾമേറ്റ് ആണെന്നൊക്കെ ഇവർക്ക് തോന്നുന്ന ലെവലിലുള്ള സ്നേഹമുണ്ട് കേട്ടോ. അതുപോലെ അട്രാക്ഷനും ഉണ്ട്, രണ്ടും തന്നെയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ, ജോലി പുറത്തൊക്കെ ആണെങ്കിൽ ഒരു ലീവിനൊക്കെ ഇവർ വരാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ എബ്രോഡൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ഇവിടെ ജമുന, മിഥുന രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്,
മേടം ചിങ്ങം ധനു ഇത്രയും രാശിക്കാരാണ്. മേടം ചിങ്ങം ധനുവാണ് ഏറ്റവും കൂടുതൽ, അല്ല ജമുനയാണ് ഏറ്റവും കൂടുതൽ, മേടം ചിങ്ങം ധനു അടുത്തത് കേട്ടോ. അത്രയും ആൾക്കാരാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. ചാരിയറ്റ് ഞാൻ പറഞ്ഞില്ലേ, ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് അവർ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബ് ഉള്ള ഒരാളുമായിരിക്കാൻ സാധ്യതയുണ്ട്. എബ്രോഡ് തന്നെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വിട്ടിട്ടാണ് അവരിയ്ക്കുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആണ് എന്തൊക്കെയായാലും. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഈ ഒരു ഈക്വൽ ഗിവൻ ടേക്കിൽ നിങ്ങളുടെ അടുത്ത് എത്തണം. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. കർക്കിടക രാശിക്കാർ, ക്യാൻസർ രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റായി. പിന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം അതും കൂടെ അവിടെ കണക്റ്റായി. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ഞാൻ ടൈം സ്റ്റാമ്പ് ഓരോന്നിൻ്റെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് കാണേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. ടൈം സ്റ്റാമ്പ് ഓരോ ഗ്രൂപ്പുകാരുടെയും ഇട്ടേക്കാം. ഞാൻ എപ്പോഴും ഇടാറുണ്ട്. അപ്പോൾ അത് നോക്കുക. രാശി അറിയാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രാശി കൊടുത്തേക്കാം. ഡേറ്റ്സ് വെച്ചിട്ട് രാശി കൊടുത്തേക്കാം. അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. സോഡിയാക്ക് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. ചന്ദ്രരാശി അല്ല നോക്കുന്നത്, നക്ഷത്രപ്രകാരമുള്ള രാശിയല്ല, സോഡിയാക്ക് സൺ സൈൻ പ്രകാരമുള്ള രാശിയാണ് അവിടെ ഇടുന്നത് കേട്ടോ. മന്ത് വെച്ച് നോക്കുന്നത്, മന്ത് ആൻഡ് ഡേറ്റ് വെച്ച് നോക്കുന്നത്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. വൈ ഈസ് നൈറ്റ് ഓഫ് കപ്സ് ഹിയർ? ഇത് ഞാൻ പഴയ ഡെക്ക് തന്നെ എടുക്കാം, കാരണം ഇതിനകത്ത് കുറേ കാർഡ്സ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. പ്ലീസ് ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. വൈ ഈസ് നൈറ്റ് ഓഫ് കപ്സ് ഹിയർ? സോറി, 7 ഓഫ് സ്വാർഡ്സ്, എംപ്രസ്, 9 ഓഫ് സ്വാർഡ്സ്. ഇവിടെ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡും, എംപ്രസിൻ്റെ എനർജി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നല്ലേ. അവരുടെ ലൈഫിൽ നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന കെയർ, സ്നേഹം, കരുതൽ ഒന്നും ഇവർക്ക് വേറെ ആരുടെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, ഒരുപാട് സ്നേഹമാണ്, റെസ്പെക്റ്റുമാണ് കേട്ടോ. അവിടെ ഇവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാതെ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. ഇവരുടെ മനസ്സ് നിങ്ങളുടെ അടുത്ത് ഇവർ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിങ്ങളെ ഇവർ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവർ സ്ട്രെസ്സ് തന്നിട്ടുണ്ട്, ഇവരും സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇറിപ്ലേസബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളെ വന്ന് കാണാമെന്നവർ ചിന്തിക്കുന്നുണ്ട്. അതാത് സിനാറിയോ അതാത് പേര് എടുത്തുകൊള്ളുക. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. 3 ഓഫ് കപ്സ് ആൻഡ് ദി ഹെയറോഫന്റ്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഹെയറോഫന്റും 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കും എന്തായാലും. മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസസ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. അതെല്ലാം അവിടെ ഇരുന്നാലും നിങ്ങളുടെ ഇടയിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പും ഉണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് കണ്ട് സംസാരിക്കും. ഈ സിറ്റുവേഷൻസ് എന്താണെന്നൊക്കെ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഹെയറോഫന്റ് വെച്ചിട്ട് ടോറസ്, ഇത് രണ്ടും ഉണ്ട്, എംപ്രസും ഉണ്ട് ഹെയറോഫന്റും ഉണ്ട്. രണ്ടും തന്നെ ടോറസ് ഇടവരാശിയാണ്. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. സ്വാർട്സ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. സ്വാർട്സ് തന്നെയാണ് അവിടെ. ഇത്രയും രാശിയാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ പേജ് ഓഫ് സ്വാർട്സ്. Sorry. Page of Swords. Eight of Swords. Three of Swords and 3 of Cups. അവിടെ അവർ സെൽഫ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ആയിരിക്കണം
അവർ സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ 2 കാർഡ് അവിടെ വന്നിട്ടുണ്ട്. ഓവർ തിങ്കിങ് ആണ്. ചിന്തകൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ്, ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. പക്ഷേ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വന്നതായിട്ടാണ് കാണുന്നത്. ഇവർ ആലോചിക്കുന്നത് ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ, അവരുടെ മനസ്സിലുള്ള ഫീലിംഗ് എന്ത് തന്നെ ആയാലും ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിസിൽ മുന്നോട്ട് പോയാൽ മതി എന്നിവരൊരു തീരുമാനമെടുക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ദി സെറ്റ് ഓഫ് കാർഡ്സ്. നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ഡെവിൾ ആൻഡ് ദ ടവർ. ഓക്കെ, അവിടെ ഒരു നെഗറ്റിവിറ്റി ആണ് ഉള്ളത് കേട്ടോ. ഒരു ഒബ്സസ്ഡ് തോട്ട്സ് ഒക്കെ ഉണ്ട് നിങ്ങളെപ്പറ്റി ഒബ്സസീവ് തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും അവർ ആ ടവർ മൂവ്മെൻറ്റിൽ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഈ ഇങ്ങനെ മനസ്സിൽ ഇവർ ഇത് അടക്കി പിടിച്ചിട്ട് ഫോഴ്സ്ഫുള്ളി സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യാണ്. റെസ്ട്രിക്റ്റ് ചെയ്യുന്നവിടെ ഇവർക്ക് അഡിക്ഷൻസ് ഒന്നും വന്ന് ചേരാതെ നോക്കണം. നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലുണ്ട്, സംസാരത്തിലുണ്ട്, കാരണം ഫ്രണ്ട്ലി ബേസിസിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവർ ഡ്രിങ്കിങ്, സ്മോക്കിംഗ് അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊന്നും പോയി പെടാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ രാശി വന്നിരിക്കുന്ന ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഡബിൾ കാർഡ് വന്നിട്ട് കാപ്രിക്കോൺ, മകര രാശിയാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് പറഞ്ഞു അല്ലേ. പിന്നെ സ്പോർട്സ് വെച്ചിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. കൂടുതലും അത് തന്നെയാണ് കേട്ടോ. ഇത്രയും ആൾക്കാരാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ ദ ഡെവിൾ. ക്ലാരിഫൈ ദ ഡെവിൾ. ക്ലാരിഫൈ ദ ഡെവിൾ. പേജ് ഓഫ് കപ്സ്, 2 ഓഫ് സോർഡ്സ്, ദ മൂൺ. നിങ്ങളെക്കുറിച്ച് ഒബ്സസീവ് തോട്ട്സ് ആണ് അവിടെ. ഓക്കെ, അവിടെ വീണ്ടും ഒബ്സസ്ഡ് തോട്ട്സ് തന്നെയാണ് വരുന്നത്. ക്രോസ് റോഡ് സിറ്റുവേഷൻ ആണ്. തേർഡ് പാർട്ടി അവിടെ ഉണ്ട്, പക്ഷെ അവർ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ പ്രതി. നിങ്ങളവരെ വിട്ടു പോകുമോ എന്നൊക്കെയുള്ള ചിന്ത അവിടെ ഉണ്ട്. പക്ഷേ ഒബ്സസീവ് തോട്ട്സ് ആണ്, പക്ഷെ ഒരു തീരുമാനം എടുക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ ഇവർ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ വരും. നിങ്ങൾ തമ്മിൽ ചാറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവർ നിങ്ങളെ ഹാങ്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്, ഒരു തീരുമാനം എടുക്കാതെ എന്നാണ് കാണുന്നത്. ക്ലാരിഫൈ ദി സെറ്റ് ഓഫ് കാർഡ്സ്. ക്ലാരിഫൈ ദി സെറ്റ് ഓഫ് കാർഡ്സ്. 4 ഓഫ് കപ്സ് മിസ്സിങ് എനർജിയാണ്. 3 ഓഫ് പെൻഡക്കിൾസ്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അവർ തീരുമാനം എടുക്കാതിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് തന്നെ ഓവർലി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അഡിക്ഷൻസ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക. നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് കാണിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, കോണ്ടാക്റ്റിലുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിൽ പോയി പെടുന്നതായി കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യുന്ന ആരോ ഉണ്ട്. ഓക്കെ, ഒരു നെഗറ്റിവിറ്റി അവരുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലാരിഫൈ കിങ് ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ കിങ് ഓഫ് പെൻഡക്കിൾസ് പ്ലീസ്. ലാസ്റ്റ് കാർഡാണ് ഹെയറോഫാൻറ്റ്. ഞാൻ വിചാരിച്ചോ കാർഡ് വരും എന്ന്. കിങ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്. റെസ്പോൺസിബിലിറ്റീസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ മേജർ കാസ്റ്റ് കൾച്ചർ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ 2 കിങ്സിൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. നിങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവർ മാരീഡാണ് അവിടെ കേട്ടോ. മേജർ കാസ്റ്റ് കൾച്ചർ റിലിജൻ ഡിഫറൻസ് അവിടെ കാണുന്നുണ്ട്. അതേപോലെ വേറെന്താണ്, ഈ ഒരു പ്രസൻസ്, അതായത് 2 കിങ്സിൻ്റെ പ്രസൻസ് അവിടെ നിങ്ങളുടെ എനർജീനെ സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, സ്നേഹമാണോ ചോദിച്ചാൽ ഒരുപാട് സ്നേഹമാണ്. നിങ്ങളെ പ്രതി റെസ്പോൺസിബിളായിട്ട് ഇവർ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കാറുണ്ട്. പക്ഷേ അവിടെ ആ ഹെയറോഫൻറ്റിൻ്റെ സാന്നിധ്യം വന്നതുകൊണ്ട് അവിടെ ഒരു സ്ലോയിങ് ഡൗൺ എനർജിയാണ് കാണുന്നത്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്. ഇവിടെ പെൻഡക്കിൾ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ടോറസ് രാശി ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്.
കർക്കിടകം, വൃശ്ചികം, മീനം. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്. പ്ലീസ് ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. പേജ് ഓഫ് വാൻഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളെ ഓൺലൈൻ കോണ്ടാക്റ്റ് ചെയ്യും ഇവർ. മെസ്സേജസോ കോൾസോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ വന്ന് കാണും, തമ്മിൽ സംസാരിക്കും. ഓക്കെ, വന്ന് കണ്ട് സംസാരിക്കാനുള്ള സിറ്റുവേഷനൊക്കെ അവിടെ കാണുന്നുണ്ട്. അവർക്ക് അറിയാം ആ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം. പക്ഷേ അവർ നിങ്ങളെ വന്ന് കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് വരും കേട്ടോ. അവിടെ രാശി ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഓക്കെ, വോൺസിൻ്റെ എനർജിയും അവിടെ വന്നു കേട്ടോ. വോൺസ്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRSൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ അവരുടെ ഡീപ്പ് ഡൗൺ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRSൽ തുടങ്ങുന്നതാണ്. ഇവരുടെ ഡീപ്പ് ഡൗൺ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് എന്നൊന്ന് നോക്കി പറയും പ്ലീസ്. എടുക്കുകയാണേ. 4 of Swords, 10 of Swords, King of Cups, 3 of Cups, 3 of Pentacles, Ace of Cups, 7 of Cups, Page of Pentacles, ലാസ്റ്റ് കാർഡ് വന്നിട്ട് 5 of Swords. അവിടെ ഒരുപാട് സ്നേഹം തന്നെയാണ് കാണുന്നത്. 2 കാർഡ്. ഏസ് ഓഫ് കപ്സ് അൾട്ടിമേറ്റ് കാർഡ് ഓഫ് ലവ് ആണ്. അതുപോലെ കിങ് ഓഫ് കപ്സും അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പെയിൻ അവർ മനസ്സിൽ അനുഭവിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. 2 കാർഡ് തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ലി ബേസിസിൽ കാണുന്നുണ്ടായിരിക്കും, സംസാരിക്കുന്നുണ്ടായിരിക്കും. എന്നും കാണുമെന്നല്ല, ഇടയ്ക്ക് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഓക്കെ, 2 പേരും തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ 2 പേരും തന്നെ പരസ്പരം ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് കാണാറുണ്ട്. നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരത് എടുത്ത് നോക്കാറുണ്ട്. നിങ്ങളുടെ പഴയ മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കാറുണ്ട് കേട്ടോ. അതേപോലെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം. പക്ഷേ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. അവർ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്നേഹം ഒരുപാടുണ്ട്. ക്ലാരിഫൈ 4 of Swords. ഓവർ തിങ്കിങ്, ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ്. Page of Pentacles, Ace of Wands and the Star. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിലൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവർ നിങ്ങളോട് കാര്യം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട് തുറന്ന് പറയാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പഴയ മെസ്സേജസ് ഇവർ നോക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ അവിടെയൊക്കെ ഇവർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ്, കുംഭരാശി ഏറ്റവും കൂടുതലായിട്ട് വരുന്നുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. സ്വാർട്സ്, ലിബ്ര, ജെമിനി, അക്വേറിയസ് ആൻഡ് വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്തരം രാശിയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ നോക്കണ്ടേ? നെക്സ്റ്റ് ആക്ഷൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 3 ഓഫ് കപ്സ്. നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട്. കുറച്ച് സ്ലോയിങ് ഡൗൺ എനർജിയാണ്. ജോലി സംബന്ധമായിട്ട് ഇവരിപ്പോൾ തിരക്കിലാണ്. പക്ഷേ തമ്മിൽ കണ്ട് സംസാരിക്കുന്നതായിട്ട് ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാണുമ്പോൾ ഫ്രണ്ട്ലി ബേസിസിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഗെറ്റ് ടുഗദർ പോലെ നിങ്ങൾ ഒന്നിച്ച് വരാനുള്ള സാഹചര്യം അവിടെ കാണുന്നുണ്ട്. കാണുമ്പോൾ ഇവർ നിങ്ങളോട് സംസാരിക്കും കേട്ടോ. ക്ലാരിഫൈ 10 of Swords. ഒരു മെസ്സേജ് വരാനുള്ള സാഹചര്യവും അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ
നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനും സാധ്യത, കോളോ മെസ്സേജോ അയക്കാനുള്ള സാധ്യതയുണ്ട്. 10 ഓഫ് സ്വാർഡ്സിൽ 8 ഓഫ് വാൻഡ്സ്, 10 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നു കേട്ടോ. ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നതുകൊണ്ടാണ് അവർ മടിച്ച് നിൽക്കുന്നത്. പിന്നെ നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫാമിലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇവരുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഇവർ വല്ലാതെ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട് മനസ്സിൽ കേട്ടോ. ആ ഫാമിലിയുടെ ഇൻവോൾവ്മെൻ്റ് അവിടെ കാണുന്നത് കൊണ്ടാണ് ഇവർ മെസ്സേജ് അയക്കാൻ മടിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് മിസ്സിങ് എനർജി ഭയങ്കരമായിട്ട് ഉണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. വിഷ് ഫുൾഫിൽമെൻറ്റ്, 8 ഓഫ് പെൻഡക്കിൾസ്. 8 ഓഫ് പെൻഡക്കിൾസ് അവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കാണിക്കുന്നു. ഓക്കെ, ജോലിയിൽ കുറച്ച് തിരക്കിലായിട്ടാണ് കാണുന്നത്. പക്ഷേ ബാക്ക് ഓഫ് ദി മൈൻഡ് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കോളും മെസ്സേജൊക്കെ വരാനുള്ള എല്ലാ സാഹചര്യവും അവിടെ കാണുന്നുണ്ട്. ഹെർമിറ്റ് വെച്ച് വിർഗോ, കന്നി രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. വേറെ ഏതാ? സ്റ്റാർ, അക്വേറിയസ്, കുംഭരാശിക്കാരും കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, വോൺസ്, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, clarify King of Cups. Clarify King of Cups. അവിടെ സ്നേഹം തന്നെയാണ് കേട്ടോ. ക്വീൻ ഓഫ് വാൻസ് നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ പ്രതി റെസ്പെക്റ്റ് ഉണ്ട്. അത് തന്നെ, നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണ് എന്നൊക്കെ ഇവർ വിചാരിക്കുന്നു. നിങ്ങളൊരു പുതിയ സംരംഭമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിൽ ഇത്തിരി പ്രാഗൽഭ്യമുള്ള ആളായിരിക്കണം. അതൊക്കെ ഇവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. ആ റെസ്പെക്റ്റ് സ്നേഹമായി മാറിയതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ജോലി വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളായിരിക്കണം. എല്ലാവരും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ആ ഒരു ക്വാളിറ്റിയൊക്കെ നിങ്ങൾ കാണാനും നല്ല ഒരാളായിരിക്കണം. അപ്പോൾ ആ ക്വാളിറ്റീസൊക്കെ ഇവർ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടും എൻജോയ് ചെയ്യുന്നതായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത്. ഇവരെ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങളോട് സ്നേഹമാണ് അവർക്ക്. നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ. കിങ് ഓഫ് കപ്സ് ആൻഡ് സ്ട്രെങ്ത്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കിങ് ഓഫ് കപ്സ് ട്വൈസ് ഒരേ ഇതിൽ കിങ് ഓഫ് കപ്സ് ഇപ്പോൾ എത്ര സ്നേഹമുണ്ടെന്ന് മനസ്സിലായില്ലേ? തൽക്കാലം എനിക്ക് തോന്നുന്നു എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രെങ്ത്, ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നാണ് ഒരു വിചാരിക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ അടുത്ത് മനസ്സിൽ ഒരുപാട് സ്നേഹമാണ്, യാതൊരു സംശയവും വേണ്ട. ലിയോ രാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം. ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. Clarify 3 of Cups, please. Page of Cups, 5 of Wands and the World. The World കേട്ടോ. ഇവിടെ പ്രശ്നം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ച് സ്ട്രോങ് ആണ്. ലോങ് ഡിസ്റ്റൻസിലുമാണ് നിങ്ങൾ. കൺഫ്യൂഷൻ ആണ്. ഈ തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞ കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഇത്രയുമാണ് അവിടെ കൂടുതലായിട്ട് കണക്ട് ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അല്ലേ, കർക്കിടകം, വൃശ്ചികം, മീനം. അവിടെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഈ തേർഡ് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴോ ചാറ്റ് ചെയ്യുമ്പോഴോ വഴക്കിടാറുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ. ഹെയറോഫന്റ് ആൻഡ് ഡെത്ത്. ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ, ഒരു സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജ്യൻ ഒക്കെ ഡിഫറൻസ് ഉള്ളതായിട്ട്, സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഹെയറോഫൻറ്റിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ ഡിവൈൻ. ഡെത്തും ഹെയറോഫൻറ്റും കൂടെ വരുമ്പോൾ എന്താണ്?
കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമെന്നാണ് അവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ. സ്കോർപിയോ വൃശ്ചിക രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനുക്കാരും അവിടെ കുറച്ച് കണക്റ്റ് ആയിട്ടുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിലിരുന്ന് സംസാരിക്കുമെന്നാണ് കാണുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ അവിടെ കാണുന്നുണ്ട്. സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യും എന്നാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ 3 of Pentacles. Clarify 3 of Pentacles. 5 of Pentacles. Moon. Knight of Cups. ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണ് അവിടെ പ്രധാനമായിട്ടും കാണുന്നത്. വളരെ ഒരു എന്താ പറയുക, ഒരു ലോണ് കാര്യങ്ങൾ ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനും അവിടെ കാണുന്നുണ്ട്. അവർ ആ ഒരു പ്രശ്നം മൂലം ഫോഴ്സ്ഫുള്ളി നിങ്ങളെ ഒന്ന് അകറ്റി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജോലിയിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുക, വീട് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കണം. ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ്, റിയൽ എസ്റ്റേറ്റ് ഏജൻസ്, എഞ്ചിനീയേഴ്സ്, അതേപോലെ ഈ വീട് ഉണ്ടാക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്ത് ജോലിയും ആവാം. ഓക്കെ, വീട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതേപോലെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, പക്ഷെ അവിടെ ഒരു ലോണോ കാര്യങ്ങളോ എന്തോ ഒത്തിരി കുറച്ച് ബുദ്ധിമുട്ടിലായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് അറിയാം അവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന്. അതിനെപ്പറ്റി ഓർത്ത് ഇവർ വിഷമിക്കുന്നുണ്ട്. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, 3 വെച്ചിട്ട് പൈസസ് മീനരാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട്. ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും ഡിവൈൻ? What is the next action here? What is the next action here? ഓക്കെ, അവർ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷേ അവിടെ ഒരു സിറ്റുവേഷൻ സോൾവ് ചെയ്യാനുണ്ട്. ഫൈനാൻഷ്യൽ ട്രബിൾ അവിടെ സോൾവ് ചെയ്യാനുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. ഏസ് ഓഫ് കപ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ ഡിവൈൻ. ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, 5 ഓഫ് കപ്സ് ആൻഡ് ഹാങ്ഡ് മാൻ. ഇവിടെ എപ്പോഴും കാണുന്നതാണ് നമുക്ക്. അതായത് മദറുടെ ഇടപെടൽ മൂലം, മദർ ഇൻ ലോ അങ്ങനെയൊക്കെ ഒരു ഇടപെടൽ മൂലം നിങ്ങൾ തമ്മിൽ അതിതീവ്ര സ്നേഹത്തിലാണ്. ഇവിടെ ഒരു പേഴ്സൺ ഉണ്ട്, ഒരു ഫീമെയിൽ പ്രസൻസ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ. അമ്മയോ സ്പൗസോ ആരുമാവാം. ഇവരുടെ ഒരു കൺട്രോള് മൂലം, ഇവർ തടഞ്ഞു വെച്ചിരിക്കുന്ന മൂലം നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. ഇവർ എതിർക്കുന്നുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ. അതുമൂലം ഇവർ ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ്, സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ടോട്ടലി സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മദറോ ഒരു ഫീമെയിൽ മൂലം, ഓക്കെ, ഫീമെയിലിൻ്റെ ഇടപെടൽ മൂലം. ക്ലാരിഫൈ പ്ലീസ്. ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ ഡിവൈൻ. ഏസ് ഓഫ് കപ്സ്. വീണ്ടും ഏസ് ഓഫ് കപ്സ്. എത്ര സ്നേഹമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. പേജ് ഓഫ് വൺസ്. നിങ്ങൾക്കൊരു മെസ്സേജൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവിടെ മദർ ഇൻ ലോ ആയിരിക്കാം. നിങ്ങൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ മദർ ഇൻ ലോ ഒക്കെയാണ് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജൊക്കെ വരുന്നുണ്ട്. നിങ്ങളെ വളരെ സ്നേഹമാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സണ്. കപ്സ്, ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഈ രാശി തന്നെയാണ്, പൈസസ് തന്നെയാണ്. ഹാങ്ഡ് മാൻ വന്നിട്ട് വീണ്ടും പൈസസ് രാശിയാണ്, മീനരാശി തന്നെയാണ്. ഓക്കെ, ചിങ്ങം, ധനു. എന്തെങ്കിലും രീതിയിലുള്ളൊരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവരെ ഒളിച്ചിട്ടായാൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ. Ace of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് നൈറ്റ് ഓഫ് വാൻസ്. അതായത് റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ.
ആ റെസ്പോൺസിബിലിറ്റി അവിടെ ഫുൾഫില്ല് ചെയ്തതിന് ശേഷമേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതി ആയിരുന്നെങ്കിൽ അവരുടെ പ്രശ്നം അവിടെ സോൾവ് ആയിട്ടുണ്ട്. ഒരു പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻ്റ് അവിടെ നടന്നിട്ടുണ്ട്. ഒരു കരിയറിലൊക്കെ ന്യൂ ബിഗിനിങ് കിട്ടിയിട്ടുണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആണെങ്കിൽ അവർ ഫുൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ വോൺസ്, പെൻഡക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് എല്ലാ രാശിയും തന്നെ അവിടെ ഇൻക്ലൂഡഡ് ആയി കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വീൽ ഓഫ് ഫോർച്യൂൺ എല്ലാ രാശിയും ഇൻക്ലൂഡഡ് ആണ്. ഈ സിറ്റുവേഷൻ വെച്ചിട്ട് എടുത്താൽ മതി. ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനുശേഷം മാത്രം കല്യാണമെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് അവിടെ സിറ്റുവേഷൻ സോൾവ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ പേജ് ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, റീയൂണിയൻ. ഞാൻ പറഞ്ഞില്ലേ, പേജ് ഓഫ് കപ്സ് നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു റീയൂണിയൻ്റെ സാധ്യതയും ഇവിടെ തീർച്ചയായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻഡക്കിൾസ് പ്ലീസ്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻഡക്കിൾസ്. 2 ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്. അവിടെ സ്നേഹമുണ്ട്. ജഗ്ലിംഗ് മൂലം ഒരു സ്ലോയിങ് ഡൗൺ എനർജിയിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹമുണ്ട്, സ്നേഹം ഇല്ലായകയല്ല. ജഗ്ലിംഗ് ആണ്. അവിടെ ഒരു 2 ക്രോസ് റോഡ് സിറ്റുവേഷൻസിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലിയർ ആവുന്നില്ല. ദേ ആർ ജഗ്ലിംഗ് ബിക്കോസ് ഓഫ് ദർ ഫാമിലി ഓർ ബിക്കോസ് ഓഫ് കരിയർ. ലോങ് ഡിസ്റ്റൻസ് ആണ്. ലോങ് ഡിസ്റ്റൻസ് മൂലം നിങ്ങളെ ഓൺലൈൻ മാത്രമേ ഇവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആണ്. എത്ര പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറ്റുമെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ വരാനൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് മൂലമാണ് അവിടെ ഒരു സ്ലോയിങ് ഡൗൺ എനർജി വന്നിരിക്കുന്നത് കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്രയുമാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ഇവർ വരുമോ? ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. നൈറ്റ് ഓഫ് വാൻസ്. യെസ്, സ്പീഡായിട്ട്. ആൻഡ് ചാരിയറ്റ്, സ്പീഡായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജോ കോളോ എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. ഇവർ ലീവിനൊക്കെ വരുന്നുണ്ടായിരിക്കും. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കോളോ മെസ്സേജോ എന്തെങ്കിലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, യൂണിഫോംഡ് ജോബ് ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ക്യാൻസർ, കർക്കിടക രാശിയും അവിടെ കണക്റ്റായി. ഓക്കെ, ക്ലാരിഫൈ 5 of swords. Clarify 5 of swords. Clarify 5 of swords. 7 of wands and king of swords. Bottom of the deck വന്നിട്ട് 4 of wands. ഇവിടെ ഇവർ സാബോട്ടാജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവരുടെ ഈഗോ ആണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. നിങ്ങളെ അവരെ സാബോട്ടാജ്, അതായത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ 4 of wands വന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. ക്ലാരിഫൈ 4 of wands. Why is 4 of wands here? Why is 4 of wands here? അതായത് അങ്ങനെ ഇവർ ഈഗോ മൂലമൊക്കെ നിങ്ങളെ വിട്ടു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങളെ ഒളിച്ച് ഇവർക്ക് വേറെ റിലേഷൻ ഉണ്ട്, ഒരു ചോയ്സ് ഉണ്ട് ഇവരുടെ ലൈഫിൽ. ഈഗോ മൂലമാണ് ഇവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാതിരിക്കുന്നതെങ്കിൽ കേട്ടോ, അവിടെ ഒരു പക്ഷേ ആ ഒരു റിലേഷൻ ഒരു മാരേജിൽ എത്താനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ടുള്ളതല്ല, ആ പേഴ്സണുമായിട്ട്, നിങ്ങളുടെ പേഴ്സണ് വേറൊരാളുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അത് ഒരു മാരേജിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒളിക്കുന്നുണ്ട് ആ റിലേഷൻ എന്നാണ് കാണുന്നത്. നിങ്ങൾക്കറിയില്ല ആ റിലേഷനെ കുറിച്ചിട്ട്. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്വാട്സോട് സ്വാട്സ് ആണ്. ഓക്കെ, ഇവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു ആൻഡ് സ്വാട്സ്.
ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം ഇത്രയും രാശിക്കാരാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ അവിടെ 2 ഓഫ് സ്വാർഡ്സ് ജഗ്ലിംഗ് ആണ് ആൻഡ് 5 ഓഫ് സ്വാർഡ്സ്. അവർ ഒട്ടും എന്താ പറയുക, നിങ്ങളുടെ കൂടെ ഹാപ്പി അല്ല എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ കൂടെ അവർ ഹാപ്പി അല്ലാത്തൊരു 5 ഓഫ് സ്വാർഡ്സ് 2 പ്രാവശ്യം റിപ്പീറ്റ് ആയി ഇവിടെ. നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ടോട്ടലായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഈഗോ മൂലം ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല. ആ സിറ്റുവേഷനിൽ അവർ മൂവ് ഓൺ ചെയ്ത് ഫർദർ ഒരു ലൈഫ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇതായിരുന്നു ഈ ഗ്രൂപ്പുകാർക്കുള്ള. ഇനി ലാസ്റ്റ് ഗ്രൂപ്പുകാർക്കുള്ളതാണ് TUVWXYZ. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ്. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ് TUVWXYZ തുടങ്ങുന്നതാണ്. ഇവരുടെ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് അല്ലെങ്കിൽ ഡീപ്പ് ഡൗൺ ഇമോഷൻസ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് എന്ന് കാണിച്ചു തരാം. Ace of Cups, 3 of Cups, 5 of Wands, 3 of Pentacles, 3 of Wands Ishvara, 3 third party very strong, Knight, King of Wands, 8 of Cups, Page of Pentacles. വെരി സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. നിങ്ങളോട് സ്നേഹം ഉണ്ടോ ചോദിച്ചാൽ സ്നേഹമുണ്ട്. കിങ് ഓഫ് വാൻസും ഏസ് ഓഫ് കപ്സും രണ്ടും തന്നെ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ വളരെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇവർ ടോട്ടൽ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. നിങ്ങളുമായിട്ട് ഇവർ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓൺലൈൻ റിലേറ്റഡ് ആയിട്ട് ഇവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾഡ് മെസ്സേജസ് ഒക്കെ ഇവർ എടുത്ത് നോക്കുന്നുണ്ടാവും. പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ജഗിൾ ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. പ്ലീസ് ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. അവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് wands and the moon. ഓക്കെ, ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അവിടെ ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട്, ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് മിസ്സും ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിൽ ഒരുപാട് സ്നേഹം അടക്കി വെച്ചിട്ട് ഇവർ പുറത്തേക്ക് കാണിക്കാതെ ഇരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ the next action. Please clarify the next action for this group. 9 of swords ഉം 5 of cups അവനോട് മിസ്സിങ് എനർജിയാണ്. 9 of swords റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. മിസ്സിങ് എനർജിയിൽ അവിടെ ഇരിക്കുകയാണ്. അവർക്ക് മുന്നോട്ട് വരാൻ തടസ്സമാണ് എന്നുള്ള രീതിയിലാണ് അവിടെ കാണുന്നത്. ഓക്കെ, അവർ അവിടെ തൽക്കാലം ആക്ഷൻ ഒന്നും എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മൂൺ വെച്ചിട്ട് പൈസസ്, മീനരാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, സ്പോർട്സും ഉണ്ട്. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം ഇത്രയും രാശിക്കാരാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. പ്ലീസ് ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. 3 ഓഫ് കപ്സിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. 8 ഓഫ് wands. ഓക്കെ, 10 ഓഫ് swords ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ലവേഴ്സ് ആണ്. സ്നേഹം ഉണ്ട് എന്നുള്ളത് എന്തായാലും മനസ്സിലായി. ഓക്കെ, സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. സ്നേഹം മനസ്സിലുണ്ടെങ്കിലും അവിടെ വളരെ പെയിൻഫുൾ ആയിട്ടൊരു സിറ്റുവേഷനിൽ കൂടെ അവർ
പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അവരുടെ തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ് ആണ്. സ്ട്രോങ് ആയതുകൊണ്ട് ഇവർക്ക് ഇവരുടെ സ്നേഹം മനസ്സിൽ വെക്കേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അവിടെ ഒരു എന്താ പറയുക, തടസ്സം തന്നെയാണ് അവിടെയും കാണുന്നത് കേട്ടോ. കാരണം തേർഡ് പാർട്ടി അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. ജെമിനി മിഥുന രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ബാക്കി എല്ലാവരും ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജിംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. മിഥുന രാശിക്കാരെ ഏറ്റവും കൂടുതലായിട്ട് കേട്ടോ. ക്ലാരിഫൈ 5 of wands, clarify 5 of wands please, clarify 5 of wands please. King of swords, Empress, 5 of pentacles. അവിടെ ടോട്ടൽ കൺഫ്യൂഷൻ ആയിട്ട് അവർ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഒരുപാട് ഇഷ്ടവുമാണ്, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് എനർജിയാണ്. പക്ഷേ അവർ വിചാരിക്കുന്നു അവർ നിങ്ങളെക്കാളും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഒരു പടി താഴെയാണ് എന്ന്. അത് അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ വിചാരിക്കുന്നു ഫൈനാൻഷ്യലി നിങ്ങളെക്കാളും അവർ ഒരു പടി താഴെയാണ്. അപ്പോൾ ഇവർക്ക് അവിടെ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിൽ അവർ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ നിങ്ങളുടെ സ്നേഹം അക്സെപ്റ്റ് ചെയ്ത് കാണില്ല ഇതുവരെ കേട്ടോ. ഈ ഒരു ഇൻസെക്യൂരിറ്റി കാരണമാണ് അവരത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത്. ടോറസ് രാശിക്കാർ, ഇടവ രാശിക്കാർ കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്രയുമാണ് അവിടെ കണക്റ്റ് ആയിരിക്കും. ക്ലാരിഫൈ 3 of pentacles, ക്ലാരിഫൈ 3 of pentacles. അവിടെയും തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഇല്ലാത്തവിടെ അവർക്ക് കൺഫ്യൂഷനും ആണ്. എന്താ ചെയ്യുക? ഓക്കെ, 7 of wands, okay, 2 of wands and 8 of cups. അവിടെയും വീണ്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനും ലോങ് ഡിസ്റ്റൻസ് രണ്ടും കൂടെ വന്നിരിക്കുന്നു. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വോക്ക് അവേ ചെയ്ത് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നിങ്ങളെ ഒന്ന് സാബോട്ടാജ് ചെയ്തിരിക്കുന്ന, ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ലോങ് ഡിസ്റ്റൻസും ഒരു കാരണമായിട്ട് അവിടെ കാണുന്നു. അവിടെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ബ്ലോക്ക് ഇവർ മാറ്റിയിട്ടില്ല, ഇതുവരെ ബ്ലോക്ക് മാറ്റിയിട്ടില്ല. അപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. വാക്കിംഗ് അവേ ഫ്രം ദ സിറ്റുവേഷൻ, ഈ സന്ദർഭത്തിൽ നിന്ന് അവർ കടന്നു പോകുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെയും ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതായത് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ഇടവം കേട്ടോ ഋഷഭം പറയുമ്പോൾ. അതുപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇത്രയുമാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ 3 of wands, ക്ലാരിഫൈ 3 of wands. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാൻ വിട്ടുപോയി കേട്ടോ. ഈ ഗ്രൂപ്പ്സിൻ്റെയൊക്കെ സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് പെയിൻഫുൾ സിറ്റുവേഷനിൽ ഇരിക്കുന്നു പറഞ്ഞില്ലേ. 3 of cups ഗ്രൂപ്പിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ പറഞ്ഞു തരൂ ഡിവൈൻ. അവിടെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയും കാണുന്നുണ്ട് കേട്ടോ. ഇവർ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഇവരുടെ പാരൻ്റ് ആയിരിക്കാം. ഓക്കെ, ഇവർ ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു പക്ഷേ സ്റ്റുഡൻറ്റും ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം പേജ് ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് സ്വോർഡ്സ് ഒരു സ്റ്റുഡൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാർഡാണ്. അതുകൊണ്ടായിരിക്കണം ഇവരുടെ മനസ്സ് തുറന്നു കാണിക്കാതെ വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിക്കഴിഞ്ഞാൽ ഇവർ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് ഒരു മെസ്സേജൊക്കെ ആയിട്ട്. ഓക്കെ, അറ്റ് പ്രസൻറ്റ് അവർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത ഗ്രൂപ്പുകാർക്കുള്ള നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. അടുത്ത ഗ്രൂപ്പുകാർക്കുള്ള നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് പറഞ്ഞു തരൂ. ഇവിടെ 8 of cups 5 of swords ആണ്. അതായത് ഫൈനാൻഷ്യൽ ഡിഫറൻസ് മൂലം അവർ തടഞ്ഞ് നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവിടെയും 8 of cups അവരവിടെ നിന്ന് വോക്ക് അവേ ചെയ്ത് അനാവശ്യമായിട്ട് ചിന്തിച്ച് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് അവിടെ നിന്ന് വോക്ക് അവേ ചെയ്യുന്നതായിട്ടാണ് അവിടെയും കാണുന്നത് കേട്ടോ.
ഇനി ഇപ്പോൾ ലാസ്റ്റ് 3 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒന്ന് കാണിച്ചു തരൂ. നെക്സ്റ്റ് ആക്ഷൻ പറയൂ ഡിവൈൻ. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? 8 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 3 ഓഫ് സ്വാർഡ്സ്. അവിടെയും ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. കാരണം 3 ഓഫ് സ്വാർഡ്സ് എഗെയിൻ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഡെപിക്റ്റ് ചെയ്യുന്നു. അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, പൈസ സമ്പാദിക്കുകയാണ്, ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നു. അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് ലോങ് ഡിസ്റ്റൻസിലായിരിക്കും. അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്. ക്ലാരിഫൈ 3 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 3 ഓഫ് വാൻഡ്സ്. Clarify 3 of wands. The star, king of cups, ace of wands. അവസാനം നമുക്ക് നല്ലൊരു കാർഡ് കിട്ടി. 3 ഓഫ് wands അവിടെ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാനാണ് സാധ്യത. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു പോസിറ്റിവിറ്റി ആണ്, വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് അവർ വിചാരിക്കുന്നു. നിങ്ങളെ പ്രതി അവർക്ക് ഒരുപാട് സ്നേഹമാണ്. നിങ്ങളുമായി ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് വാൻഡ്സ് വെച്ച് ഞാനിവിടെ ഒരു തേർഡ് പാർട്ടി എന്നല്ല, ലോങ് ഡിസ്റ്റൻസ് എന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. ഡിവൈൻ, പ്ലീസ് ടെൽ മീ വാട്ട് ആർ ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ദീസ് പീപ്പിൾ. കിങ് ഓഫ് വാൻഡ്സ് ആൻഡ് 4 ഓഫ് കപ്സ്. ഇവർ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ടായിരിക്കും നിങ്ങളെ ഭയങ്കര മിസ്സിങ് എനർജിയിൽ ആണ് കാണുന്നത്. കിങ് ഓഫ് വാൻഡ്സ് ഒരുപാട് സ്നേഹത്തോടെ പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. കാരണം അവിടെ ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ് കുംഭരാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. വാൻഡ്സും കപ്സും ആണ് പിന്നീട് ഉള്ളത്. അപ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇത്രയും രാശിക്കാരാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ കിങ് ഓഫ് വാൻഡ്സ്. പ്ലീസ് ക്ലാരിഫൈ കിങ് ഓഫ് വാൻഡ്സ്. വൈ ഈസ് കിങ് ഓഫ് വാൻഡ്സ് ഹിയർ? ഓക്കെ, 7 ഓഫ് സ്വാർഡ്സ്, പേജ് ഓഫ് സ്വാർഡ്സ് ആൻഡ് ഡെത്ത്. കിങ് ഓഫ് വാൻഡ്സ് സ്നേഹം തന്നെയാണ് അല്ലേ? സ്നേഹം മനസ്സിൽ വെച്ചിട്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. സ്നേഹം ഇവർ തുറന്ന് കാണിക്കാതിരിക്കുകയായിരുന്നു, ഇവരുടെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഒരുപാട് ചിന്തകൾ ഇവരുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. എന്താണ് ചിന്തകൾ എന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഓക്കെ, ഓവർ തിങ്കിങ് ആയിരുന്നു, ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുകയായിരുന്നു അവർക്ക്. പക്ഷേ ഇപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു എന്ത് സിറ്റുവേഷൻ ആയിരുന്നു അവരെ തടസ്സം നിന്നിരുന്നതെന്ന് വെച്ചാൽ ആ തടസ്സം മറികടന്ന് ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവസാനം ഇവിടെയും ഒരു നല്ല ഔട്ട്കം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ സ്പോർട്സിൻ്റെയും വാൻഡ്സിൻ്റെയും എനർജിയാണ്. ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, അതേപോലെ സോൾസ് വാൻഡ്സ് അല്ലേ? ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. അത് വെച്ചിട്ട് സ്കോർപ്പിയോ, വൃശ്ചിക രാശി. ക്ലാരിഫൈ next action. Clarify next action for these people. The Fool. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് അവർ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ലൊരു മൂവ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും കേട്ടോ. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരാമെന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അവരവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യും. ക്ലാരിഫൈ 8 of cups. Clarify 8 of cups, please. Please clarify 8 of cups. Okay, 9 of swords. Knight of pentacles. 6 of swords. അവിടെയും ഒരു മൂവിങ് എവേ ആണ് കാണുന്നത്. ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞു എന്നാണ് കാണുന്നത്. ഇത് ലോങ് ഡിസ്റ്റൻസിലും ആണ് ഇവർ ഒരു തീരുമാനം എടുക്കാതെ, ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇവർ ഒരു തീരുമാനം എടുക്കാതെ നിങ്ങളെ കംപ്ലീറ്റ്ലി ഹാങ്ഡ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് സ്ലോവസ്റ്റ് കാർഡാണ് ഡെക്കിലുള്ള. ഓക്കെ, കംപ്ലീറ്റ് മൂവിങ് എവേ ആണ് കാണിക്കുന്നത്. 8 ഓഫ് കപ്സ് മൂവിങ് എവേ ആണ്, 6 ഓഫ് സോർഡ്സും മൂവിങ് എവേ ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്ത് ഇവർ സ്ട്രെസ് എടുക്കുന്നുമുണ്ട്, പക്ഷേ ഒരു ആക്ഷനും എടുക്കുന്നുമില്ല എന്നുള്ള സിറ്റുവേഷനാണ്. അവിടെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സ്പോർട്സിൻ്റെയും കപ്സിൻ്റെയും പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം,
അതേപോലെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. പ്ലീസ് ഗിവ് മീ ദ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. ഡിവൈൻ, പ്ലീസ് ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. ഏസ് ഓഫ് സ്വാർഡ്സ് ആൻഡ് പേജ് ഓഫ് കപ്സ്. ഓക്കെ, അങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മൂവ് ഓൺ ചെയ്ത് പോയി, നിങ്ങളെ വിട്ടു പോയിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ പാസ്റ്റ് ടെൻസ് ആയി. ഓക്കെ, നേരത്തെ ഞാൻ പ്രസന്റിൽ പറഞ്ഞത് ഇപ്പോൾ പാസ്റ്റ് ടെൻസിലേക്ക് എടുത്തോളൂ. അവരവിടെ ഓവർ തിങ്കിങ് ആയി, അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിച്ചില്ല. അവർക്കൊരു റിയലൈസേഷൻ കിട്ടി. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു റിയലൈസേഷൻ കിട്ടി. അവിടെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കഥ നേരെ തിരിഞ്ഞില്ലേ? കാർഡ്സ് ഇത്രയും നെഗറ്റീവ് വന്നിട്ട് പെട്ടെന്ന് നെക്സ്റ്റ് ആക്ഷൻ വന്നപ്പോൾ അവിടെ അവരവർക്ക് റിയലൈസേഷൻ കിട്ടി, അവർ കോണ്ടാക്ട് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. നല്ല കാര്യം അല്ലേ? വീണ്ടും സോട്സിൻ്റെയും കപ്സിൻ്റെയും തന്നെ എനർജിയാണ് അവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ. അതിനൊരു നല്ല ഔട്ട്കമാണ് ഇപ്പോൾ വന്നത്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലാണ്, നിങ്ങളെ വിട്ടു പോയിരിക്കുകയായിരുന്നു, ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് കോണ്ടാക്റ്റ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവരവരുടെ സിനാറിയോ അവരവർക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ കേസ് ബൈ കേസ് എടുത്തോളണം കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. 6 of cups. Okay. Ace of Pentacles very good and the Fool very good. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് ലോങ് ടേം ആയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഓൺലൈൻ കോണ്ടാക്റ്റ് ഉണ്ട്. വാട്സാപ്പ് വഴിയൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, മെസ്സേജസ് ചെയ്യുന്നുണ്ട്, വിളിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. ഇവർ ലോങ് ടൈമായിട്ട് നിങ്ങളെ അറിയാവുന്ന ആളാണ്. നിങ്ങൾ തമ്മിൽ നല്ല റിലേഷനുമാണ്. ഓക്കെ, 2 yearsൽ കൂടുതലൊക്കെ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഓക്കെ, അവിടെ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് കുറിക്കാൻ തന്നെയാണ് അവർ തീരുമാനിക്കുന്നത്. അവരിനി കൂടുതൽ ആലോചിച്ച് നിൽക്കുന്നൊന്നുമില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനി മുന്നോട്ട് പോകാം എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ നല്ല എനർജിയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഫൂൾ വെച്ചിട്ട് മേഡം, ഏരീസ് രാശി, പിന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇത്രയും രാശിക്കാരാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ആക്ഷനും കൂടെ നോക്കിയിട്ട് നമുക്ക് തീർക്കാം. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. 10 of cups and 6 of wands. വെരി ഗുഡ്. ഒരു സ്റ്റേബിൾ ഫാമിലി നിങ്ങൾക്ക് തരണം എന്നവർ ആഗ്രഹിക്കുന്നു. 6 of wands ഒരു പ്രപ്പോസലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് അവിടെ കാണുന്നത്. അത് നല്ലൊരു ഔട്ട്കം ആണ് അല്ലേ? അങ്ങനെ ഹാപ്പി നോട്ടിലാണ് നമ്മൾ റീഡിങ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എല്ലാ ഗ്രൂപ്പുകാർക്കുള്ള എൻ്റെ റീഡിങ്. ടൈം സ്റ്റാമ്പ് ഞാൻ ഇട്ടേക്കാം, കാരണം വളരെ വലിയ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോന്നും നോക്കിയത്. വളരെ വലിയ വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും ഇത് നോക്കാൻ. ടൈം സ്റ്റാമ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം, കമൻ്റായിട്ടും ഇട്ടേക്കാം കേട്ടോ. പിന്നീടാണ് നിങ്ങൾ, ഉടനെ അല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന, പിന്നീടാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ ടൈം സ്റ്റാമ്പ് ഉണ്ടായിരിക്കും അതിൻ്റെ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറി കണ്ടോളൂ. ഓക്കെ, എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമായിട്ട് നിങ്ങളിൽ ത്രൂ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ? കാരണം ഞാൻ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു ലിങ്ക് വേണ്ട, ആ ലിങ്കാണ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്തേക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതൊന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണം പ്ലീസ്. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക, എല്ലാം നല്ലതിന് എന്ന് വിചാരിക്കുക. ഓക്കെ, ദൈവം രക്ഷിക്കട്ടെ. വീണ്ടും കാണാം.